ചെറു കുഞ്ഞിലെ ഒരുപാട് ബുദ്ധിമുട്ടിയ ചുണ്ടിന്റെ പ്രശ്നം, സംസാരത്തിലെ വ്യക്തതയില്ലായ്മ. അപ്പോൾ കുട്ടികളല്ലേ, കുട്ടികളുടെ ദുരുദ്ദേശമൊന്നുമില്ല. എന്നോട് വീണ്ടും സംസാരിക്കാൻ പറയും, ഞാൻ എന്തോ പറയും, അവരത് ചിരിക്കും. അപ്പോൾ അവർ നമ്മളോട് കളിയാക്കുന്നു, ഞാനവിടെ കറയും. ആ സമയത്തിൽ നമുക്ക് ഇതിനേക്കാൾ വേണം നമ്മൾ മരിക്കാനല്ലേ നല്ലത് എന്ന് ചിലപ്പോൾ തോന്നിച്ചു പോകാം. അമ്മനോട് പോയി പറഞ്ഞു, അമ്മ പറഞ്ഞു, നിങ്ങളത് കാര്യമാക്കണ്ട, നിങ്ങൾ എന്താ ഒരു പൊന്നാരം കുട്ടിയല്ലേ, ഐ ലവ് യു സോ മച്ച്. എനിക്ക് അത് പ്രശ്നമേ ഇല്ല. സുരേഷ് ഗോപി പടം കാണും പോലെയാണ് ഋഷിരാജ് സിംഗ്. ഒരിക്കലും ശരിയല്ല. അദ്ദേഹം ശ്വാസം എടുക്കാത്ത ആ നീണ്ടമായ പ്രസംഗം നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമോ? ചുമ്മാ പറയുകയാണ് നാട്ടുകാർ. അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് തീർക്കണമെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ടേക്സ് 3 to 4 minutes. തുടരും സിനിമയെ കുറിച്ച് സാറിന്റെ ഒരു ഒബ്സർവേഷൻ പറയാം. നല്ല പടമാണ്. മോഹൻലാൽ പോലെയായിട്ട് നമ്മുടെ അറിയുന്നില്ലല്ലോ. സാർ അത് ഈ പ്രാവശ്യം ഞാൻ എങ്ങനെ തീരുമാനിച്ചു, നോ പബ്ലിസിറ്റി, നാട്ടുകാർ തന്നെ പോയി തീരുമാനിക്കട്ടെ. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ രീതിയിൽ നല്ല രീതിയിലാണെങ്കിലും അത് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്. സിനിമാറ്റിക് ആയിട്ടുള്ള കഥകൾ തന്നെ സാറിന്റെ മനസ്സിലുള്ളതാണ്. ഒരു പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ഒരു കഥവും ഇവിടെ കേരള പോലീസിൽ നടന്നിട്ടില്ല. അഞ്ചാം പാതിര, ദൃശ്യം, നായാട്ട്, സൂക്ഷ്മദർശിനി, രേഖാചിത്രം, ഇതുപോലുള്ള ഒരു സംഭവവും എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ഒറ്റിറ്റിൽ സിനിമ കാണില്ല എന്നാണ് സാറിൻ്റെ ഒരു ദൃഢനിശ്ചയം. അത് സിനിമ തിയേറ്ററിൽ തന്നെ ആസ്വദിക്കുന്നതിൻ്റെ ഒരു സുഖം അറിയുന്നത് കൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണോ? അതുകൊണ്ട് മാത്രമല്ല, അത് സിനിമ ഒരു കലയാണ്. അത് ഇപ്പോൾ ഇവർമാർ സിനിമ അത് ഈ OTTയിൽ ഉണ്ടാക്കുക, ചെറിയ സിനിമ ഉണ്ടാക്കുക, വലിയ സിനിമ ഉണ്ടാക്കുക, അവർ ഉണ്ടാക്കിക്കോട്ടെ. പക്ഷേ അവർ ഇത് ഒരു സിനിമയുമായി ആ ലെവൽ അവർക്ക് ഒരിക്കലും വരുമൊന്നുമില്ല. ആ സിനിമകൾ അവർക്ക് ഒരു വലിയ സ്ക്രീനിൽ കാണിക്കണമെന്ന് അത് അവർക്കും ഉദ്ദേശമോ ഒന്നുമില്ല. കുറച്ച് പൈസ ഒക്കെ ഉണ്ടായ സിനിമ ഒക്കെയാണ്. അപ്പോൾ അവർക്ക് ഏതൊരു ടി വിയിലോ ഒക്കെ അവർ ഉണ്ടായിക്കോട്ടെ. ദേ ഷുഡ് നോട്ട് ട്രൈ ടു കമ്പയർ വിത്ത് സിനിമ പീപ്പിൾ. സിനിമ ഒരു വലിയ ഒരു കാര്യമാണ്. അത് നമ്മുടെ ഒരു 100 വർഷമായിട്ട് നടക്കുന്ന ഒരു കലയാണ്. ഇതിനകത്ത് ഈ OTTക്കാരൊക്കെ അവർ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ലെവലിലോ ഒക്കെ അത് ഉണ്ടാക്കിയിട്ട് അവരെ കാണിക്കുകയാണെങ്കിൽ ഈ വെബ് സീരീസും ഈ OTTയിലും ഒക്കെ അവർ ഇതിനകത്ത് കാണിച്ചോട്ടെ. പക്ഷെ അവർ സിനിമയുമായി കോമ്പറ്റീഷന് വേണ്ടി അവർ പോകരുത്. ഇവിടെ ഒരു ഓസ്കാറിലോ അതിനെ സംബന്ധിച്ച് ബഹളമുണ്ടായിരുന്നു. സ്റ്റീവൻ സ്പീൽബർഗ് വരെ പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു ഓസ്കാറിൽ ഒരു വെബ് സീരീസിലും ഉണ്ടാക്കിയ OTTയിലും ഉണ്ടാക്കിയ ഒരു സിനിമയായിട്ട് കണക്കാക്കി അവർ ഒരു അവാർഡ് കൊടുത്തു. അവർ സ്റ്റീവൻ സ്പീൽബർഗും കുറേ വേറെ ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ ഈ വെബ് സീരീസിൻ്റെ OTTൻ്റെ ഒരു പുതിയ ഒരു അവാർഡ് പ്രഖ്യാപിച്ചാൽ മതിയല്ലോ. അവർക്ക് ഒരു അവാർഡൊക്കെ, ഒരു ഓസ്കാർ പോലെ വേറെ ഒരു അവാർഡ് നമ്മൾ നിശ്ചയിച്ചിട്ട് പിന്നെ ബെസ്റ്റ് OTT ഫിലിം ഫ്രോം ഇന്ത്യ, ബെസ്റ്റ് OTT ഫിലിം ഫ്രോം ഇംഗ്ലണ്ട് പറഞ്ഞിട്ട് അവർ ആ അവാർഡ് ഒന്നും അവർ എടുത്താൽ മതിയല്ലോ. അവർ എന്തിനാ വൈ ദേ ഷുഡ് കമ്പീറ്റ് വിത്ത് ഓസ്കാർ ഉണ്ടാവുള്ളൂ? അവരുടെ ലെവൽ മനസ്സിലാക്കി അത് അവരുണ്ടാക്കിക്കോ, അവർ കാണിച്ചോളൂ. പക്ഷെ ദേ നീഡ് നോട്ട് പ്രൊജക്റ്റ് ഇറ്റ് ആസ് ഇഫ് ഇറ്റ് ഈസ് എ ഫിലിം. കോവിഡിന്റെ സമയത്തൊക്കെ നമുക്ക് ആശ്വാസമായിരുന്നു. ഹോമൊക്കെ കണ്ടത് നമ്മൾ OTTയിലാണ്. ഞാൻ സിനിമ ഹോളിലാണ് കണ്ടത്. ഹോം പിന്നെ നമ്മൾ മാസ്ക് വെച്ചിട്ട് പോയി, അതിനെന്താ? അത് മതിയുടെ കാര്യം. സിനിമ അത് ഇറ്റ് ഈസ് എൻ ഇൻസൾട്ട് ടു സീ എ ഫിലിം ഓൺ എ TV സ്ക്രീൻ എന്നാണ് നമ്മുടെ അഭിപ്രായം. എന്നെ അത് ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഐ ഡോണ്ട് വാണ്ട് ടു സീ. ആളുകൾ പറയുന്നു കുറേ, ഇപ്പോൾ ആറ് പറഞ്ഞു, ഇപ്പോൾ ഈ ലഹരി ജേവരായിട്ട് ഇംഗ്ലണ്ടിൻ്റെ ഒരു നല്ല ഒരു സീരീസ് നടക്കുന്നുണ്ട് അവിടെ, അഡോളസൻസ്. ഒരു കാര്യമില്ല. അവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് നേരത്തെ അറിയാം. പക്ഷേ ഈ അഡോളസൻസ്, ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് നമ്മളെ എടുക്കണമെന്നൊന്നുമില്ല. അവിടെ അവർ കാണിക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ അവിടെ ജനിച്ച് വളർന്ന അവരുടെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ അവർ കാണിക്കുന്നത്. ഇംഗ്ലണ്ടിലെ ഒരു കുട്ടി ലഹരി വസ്തു കഴിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണമെന്നില്ല. വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഈസ് ഇവിടെ ഒക്കെ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അവരവരെ കാണിക്കുകയാണെങ്കിൽ ദേ ആർ ഷോയിങ് ദി വാല്യൂസ് ആൻഡ് ദി വാല്യൂസ് ഓഫ് യൂറോപ്പ് ആൻഡ് യൂറോപ്പ്. ഇവിടെ അങ്ങനെ അല്ല ഈ കുട്ടികൾ ഇത് കഴിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. A+ ഗ്രേഡിന്റെ പ്രശ്നം യൂറോപ്പിലെ ഇംഗ്ലണ്ടിലെ ഇല്ല.
ഇവിടെ പകുതി കുട്ടികൾ കേരളത്തിലെ ഇതൊക്കെ കഴിക്കുന്നത് A+ ഗ്രേഡ് കിട്ടില്ല. ആ പ്രശ്നം കൊണ്ട് താങ്ങാൻ പറ്റാത്ത സ്ട്രെസ് കൊണ്ടാണ് ഇവിടെ കഴിക്കുന്നത്. എന്ത് അഡോളസൻസിന്റെ എന്ത് പ്രസക്തിയാണ് ഇന്ത്യയിൽ എനിക്ക് മനസ്സിലാവാത്തത്. ഈ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ മകനെ ശരിക്കും +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് തള്ളിവിടുന്ന ഒരു സ്വഭാവം കാണിച്ചില്ല, തള്ളിവിട്ടില്ല അതിലേക്ക്, ഡിഗ്രിയിലേക്ക് പോകണ്ട, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യാം. അത് കുറച്ചുകൂടെ കുട്ടികളെ കുറിച്ച് പഠിക്കുന്നത് കൂടി കൊണ്ടാണോ സ്വന്തം കാര്യത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തത്? നമ്മൾ ഈ കുട്ടികളുടെ കാര്യം സ്കൂളിലൊക്കെ പോയി ഇപ്പോൾ ഏകദേശം 2 ലക്ഷം കുട്ടികളോട് സംസാരിച്ചു. 10-25,000 പാരൻസും ടീച്ചേഴ്സുമായി സംസാരിച്ച ശേഷം മനസ്സിലാക്കുന്നത് എല്ലാ കുട്ടികൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ട്. പക്ഷെ അവരുടെ ഫീൽഡ്സ് മേഖലകൾ വേറെ വേറെയാണ്. ഇത് പാരൻസ് തിരിച്ചും മനസ്സിലാക്കലില്ല, ചിലപ്പോൾ മനസ്സിലാക്കുന്നില്ല, ചിലപ്പോൾ ചോദിക്കുന്നില്ല, ചിലപ്പോൾ തിരിച്ച് പറയുമ്പോൾ അവർ അത് മതിക്കുന്നില്ല. ഈ 3 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. കുട്ടികളെ ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഇപ്പോൾ സംസാരം ഈ പഠനത്തിനെ സംബന്ധിച്ചേ ഉള്ളൂ. നിനക്ക് A+ ഗ്രേഡ് കിട്ടേണ്ടതാണ്, നിങ്ങൾക്ക് 90% മാർക്സ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഇതിനു വേണ്ടി നിനക്ക് എത്ര ട്യൂഷൻ വേണമെങ്കിൽ പറയൂ, ഞങ്ങളത് ചെയ്തു തരാം. ബാക്കി നിങ്ങൾ ആവശ്യമില്ലാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണാൻ പോകണ്ട, നിങ്ങൾ പുറത്ത് പോകണ്ട, നിങ്ങൾ കളിക്കാൻ പോകണ്ട. ഈ രീതിയിലാണ് ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു നരക്കമാണെന്ന് പറഞ്ഞ് കുട്ടികളെ എന്നോട് പറയാറുണ്ട്. എനിക്ക് ഒരു കുറേ സ്വസ്ഥത വേണ്ടേ, എനിക്ക് വേണ്ടി സമയമൊന്നും വേണ്ടേ. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോയി 2 മണി വരെ 8-9 മണിക്കൂർ അവിടെ നിന്നിട്ട് ശേഷം വന്നിട്ട് ഐ നീഡ് ടൈം ഫോർ മൈസെൽഫ്. ഐ വാണ്ട് ടു പ്ലേ, ഐ വാണ്ട് ടു ഡീസ്ട്രെസ് മൈസെൽഫ്, I want to go out and play with I don't want to go to tuition again. നമ്മൾ രാവിലെ ഒരു 9 മണിക്കൂറും സ്കൂളിലായിട്ടും പിന്നെ ട്യൂഷന് പോകുന്നത് പിന്നെ അങ്ങനെ എനിക്ക് ഒരു ഭ്രാന്ത് പിടിക്കുന്നു. എനിക്ക് ആ സ്ട്രെസ് താങ്ങാൻ പറ്റാത്ത സ്ട്രെസ് വരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് അവർ പറയുന്നത് അവരുടെ സുഹൃത്തുക്കളെ സിഗരറ്റ് നമ്മൾ വലിക്കാൻ പോകും. തുടക്കം ഈ സിഗരറ്റ് ബീഡി കൊണ്ടേ ഉള്ളൂ. സിഗരറ്റ് ബീഡി, ഹാൻസ്, പാൻ മസാല, കുട്ടക്ക, ഖൈനി, അതുകൊണ്ടാണ് ആദ്യത്തെ തുടക്കം. ഞാൻ പറഞ്ഞു നിങ്ങൾ വൈ ഡു യു ഡു ഇറ്റ്? ഒരു ചേഞ്ചിന് വേണ്ടി. ഇത് രാവിലെ 6 മണി മുതൽ ആ പരിപാടി രാത്രി 8 മണി വരെ ഇങ്ങനെ തുടരുകയാണ് സർ. അത് എനിക്ക് 25 × 7 × 365 ഡേയ്സ് ആണെന്ന്. പാരൻസ് വിചാരിക്കുന്നത് ഞങ്ങൾ റോബോട്ട്സ് ആണെന്ന്. ഇതുപോലെ ഞങ്ങൾ ഒരു 1ാമത്തെ ക്ലാസ് മുതൽ 12ാമത്തെ ക്ലാസ് വരെ ഇതുപോലെ ചെയ്തിട്ട് എല്ലാ ഗ്രേഡുകളിൽ A+ എല്ലാ ക്ലാസ്സിലും A+ ഗ്രേഡ് വന്നാൽ മാത്രമേ അവർ ഹാപ്പി ആവുള്ളൂ. സാർ അത് നടക്കില്ല സാർ, വയ്യ സാർ. അതുകൊണ്ടാണ് കുട്ടികൾ ഈ ആത്മഹത്യ ഇപ്പോൾ കൂടുതൽ ചെയ്യാൻ തുടങ്ങിയത്. വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നു, ലഹരി വസ്തുക്കൾ കഴിക്കുന്നു. ഇത് അവരുടെ വീട്ടിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് പോകാനുള്ള അനുവാദം അവർക്ക് കിട്ടില്ല എന്നുകൊണ്ട് മാത്രമാണ്. ആ രീതിയിൽ മാത്രം മതി. ഞാൻ എൻ്റെ മകനൊക്കെ ഇയാൾ പറഞ്ഞ കാര്യം അനുസരിക്കാത്ത എൻ്റെ മുമ്പിൽ വേറെ മാർഗമൊന്നുമില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുള്ളി പഠനത്തിൽ ഒരു താല്പര്യമില്ല. ഒരു 58-59% കൊണ്ട് പാസ്സാവുന്നു. ഇപ്പോഴത്തെ ഈ സമയത്തിൽ പെർസെൻറ്റേജ് കൊണ്ട് മാത്രം അഡ്മിഷൻ കിട്ടുന്ന ഈ കാലത്തിൽ നമുക്ക് ഇതിനേക്കാൾ പുള്ളി എനിക്ക് താല്പര്യമില്ല, പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോൾ ശരി, അപ്പോൾ ഇയാളെ എനിക്ക് ഈ കാര്യത്തിൽ താല്പര്യമുണ്ട്, അത് നമ്മൾ അനുവദിച്ച് കൊടുത്തു. അപ്പോൾ അത് ചെയ്യുമ്പോൾ പുള്ളിക്ക് അതിന് വലിയൊരു പാഷനുണ്ട്. അപ്പോൾ പാഷന് നമ്മുടെ മകൻ്റെ പോലെയുള്ള പാഷൻ പല കുട്ടികളുടെ മനസ്സിൽ ഞാൻ കാണുന്നുണ്ട്. ചില ആളുകൾ നല്ല സ്പോർട്സുകാരനായിട്ട് മാറുന്നു, ചില കുട്ടികൾക്ക് നല്ല TV ഷോയിലോ നമ്മളെ കാണുന്നില്ലേ, 4 വയസ്സുള്ള പെൺകുട്ടികൾ, ആൺകുട്ടികൾ എത്ര ഭവ്യമായിട്ട് എത്ര നല്ല രീതിയിൽ അവർ TV ഷോയിൽ പോയി അവർ കാണുന്നു. ഈ പാരൻസ് അവരെ ഈ കുട്ടികളെ അവരെ വീട്ടിൽ ഈ കുട്ടികളെ അവർ പാടിപ്പിക്കുന്നത് ചിലപ്പോൾ അവർ കുറച്ച് റവന്യൂ ആയിട്ട് കുറേ പൈസ അവർക്ക് കിട്ടുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷെ ആ കുട്ടി ഈ അമ്മ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് ഒരു വലിയ ഗായിക ആയിട്ട് മാറട്ടെ, അതിനു വേണ്ടി എനിക്ക് ഒരു സ്ഥിരമായിട്ട് ഒരു ക്ലാസ് ഏർപ്പാട് ചെയ്ത് തരുമോ പറഞ്ഞാൽ ചിലപ്പോൾ അത് പറയുന്നത് അതൊന്നും വേണ്ട, നിങ്ങൾ അവിടെ വേണമെങ്കിൽ പാടിച്ച് കുറച്ച് അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ശരി. കാരണം പിന്നെ വയസ്സ് മാറുമല്ലോ, അവർ 8th 9th 10th വരുമല്ലോ, അന്ന് അവർ പറയും ഞാൻ മതി ഇത്രയൊക്കെ TV ഒക്കെ ഇനിയും A+ ഗ്രേഡ് കൊണ്ടുവരണം. മകനിപ്പോൾ ഏത് രാജ്യത്താ? ആനിമേറ്റർ അല്ലേ? US-ലല്ലോ.
ഇപ്പോൾ ഡിസ്നി സ്റ്റുഡിയോയിലാണ്. ആ ഡിസ്നിയിലാണ്. ആ അടിപൊളി. ഇപ്പോൾ അടുത്ത സിനിമ 15 സിനിമ ഉണ്ടാക്കി. അടുത്ത മോവാന 2 സിനിമ വന്നിരുന്നു, പുള്ളിയാണ് ഉണ്ടാക്കിയത്. പുള്ളിയുടെ കൂടെ ഒരു ടീമാണ്, അവരുടെ ടീമായിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. അല്ല ഇപ്പോൾ പൊസിഷൻ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പൊസിഷനിലാണോ? അതെ, അത് അവരുടെ ഒരു കുറേ ആൾ ക്യാരക്ടർ ഉണ്ടാക്കുന്നു, കുറേ ആൾ അതിനൊരു കുറേ ഈ അനിമേഷൻ നമ്മൾ വിചാരിച്ച പോലെയല്ല, 100ഓളം ഫീൽഡ് അവിടെ കാണും. ഹി ഈസ് ബേസിക്കലി ക്യാരക്ടർ മേക്കിംഗ് ആർട്ടിസ്റ്റ്. ഒരു പേരൊക്കെ ഉണ്ട്, അനിമേറ്റേഴ്സിൽ പേര് വായിക്കാം, ഛത്രസാൽ സിംഗ്. അടിപൊളി, അതൊരു അഭിമാനമാണ് സാർ. അതേപോലെ തന്നെ ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ തന്നെയാണ് സാർ കുഞ്ഞിലെ ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഈ ചുണ്ടിൻ്റെ പ്രശ്നം, സംസാരത്തിലെ വ്യക്തതയില്ലായ്മ. അപ്പോൾ ഒരുപാട് അകറ്റി നിർത്തലുകൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഹ്യൂമനായിട്ട് മാറാൻ ഒരുപക്ഷെ അത് സഹായിച്ചിട്ടുണ്ടാവാം. സാറ് കാണുന്നതൊക്കെ മനുഷ്യന്മാരെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും സാറിൻ്റെ വർത്തമാനത്തിലൊക്കെ മനുഷ്യന്മാരെ അഡ്രസ്സ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള വേർതിരിവുകൾ, ഈ സ്ഥാനമാനങ്ങളൊന്നും പരിഗണിക്കാതെ പോകാൻ ഒരുപക്ഷെ ആ ചെറുപ്പത്തിലുണ്ടായ ദുരനുഭവമൊക്കെ സഹായിച്ചിട്ടില്ലേ? ഇന്ത്യ രാജ്യത്തിൽ ഈ മുറിച്ചുകൊണ്ട് കൊണ്ടുണ്ടായ ആ പ്രശ്നത്തിൻ്റെ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അത് ശരിയാക്കാനാണ്. ഇവിടെ ഉണ്ടാവില്ല, അകത്തും ഉണ്ടാവില്ല. ഇപ്പോൾ അത് ചെയ്യുന്നത്, ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ത്യ രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും അവരുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് അവർ എന്നെ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അവർ എവിടെ പോയാലും ഇത് സംബന്ധിച്ച് 7 സ്ഥലത്തിലും ഞാൻ പോയിട്ട് വന്നു. ഈ രീതിയിൽ അത്രയും നന്നായിട്ട് സംസാരിക്കാനുള്ള കുട്ടികളിൽ നിന്ന് സാറാണ് ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്നത്. അതിന് കുറേ ഞാൻ ഇത് കോളേജിൽ പോയ ശേഷമാണ് ഈ ഓപ്പറേഷനൊക്കെ നടന്നത്. ഇത് ഒന്നും നമ്മൾ ജനിക്കുമ്പോൾ ഇതുമില്ല, അകത്തും ഒന്നുമില്ല, പാലറ്റും ഇല്ല. അപ്പോൾ ഈ പാലറ്റിൻ്റെ ഓപ്പറേഷൻ ചെയ്യാനുള്ള വ്യവസ്ഥ രാജസ്ഥാനിലൊന്നും ഇല്ലായിരുന്നു. അതും പിന്നെ എനിക്ക് ചണ്ഡീഗഡിൽ പോയി BGIയിൽ ഈ ഓപ്പറേഷൻ ചെയ്യിപ്പിക്കേണ്ടി വന്നു. 17 വർഷം ജനിച്ചിട്ട് 17 വർഷം ശേഷം. ഇത് അവർ വളരെ മോശമായ രീതിയിലാണ്. ഇത് ഇപ്പോൾ ഏതൊരു പ്ലാസ്റ്റിക് സർജൻ്റെ ചോദിച്ചാൽ ഇത് വളരെ മോശമായ രീതിയിൽ ചെയ്ത ഒരു ഓപ്പറേഷനാണ്. അങ്ങനെ കാണാൻ പാടില്ല. നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് കാണാനേ പാടില്ല, ഇത് ഉണ്ടായിരുന്നോ എന്ന് ആ രീതിയിൽ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അവരോട് പറയുന്നത്, അവരെന്നെ വിളിച്ചിട്ട് ഞാൻ അവരുടെ അച്ഛന്മാരോട് ഞാൻ കാര്യങ്ങൾ പറയാറുണ്ട്. യു വിൽ ബി സർപ്രൈസ് ടു നോ. അപ്പോൾ അന്ന് ഇത് നമ്മുടെ സംസാരം നമ്മളെന്നോ പറയുന്നു, പക്ഷെ അത് ക്ലിയർ അല്ലാത്തത് കൊണ്ട് അതൊരു ആളുകൾക്ക് അതൊരു അപ്പോൾ കുട്ടികളല്ലേ, കുട്ടികൾക്ക് ദുരുദ്ദേശമൊന്നുമില്ല. അതോ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ്, ഒരു തമാശയുടെ ഒരു മാർഗമാവുന്നു. അപ്പോൾ എന്നോട് വീണ്ടും സംസാരിക്കാൻ പറയും, ഞാൻ എന്തോ പറയും, അവരത് ചിരിക്കും. ഇത് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മളെ കണ്ടതാണ്. അപ്പോൾ അവർ നമ്മളോട് കളിയാക്കുന്നു, കുറേ നമുക്ക് വേദന ഉണ്ടാവുന്നു. അമ്മനോടും പോയി പറഞ്ഞു, അമ്മ പറഞ്ഞു നിങ്ങളത് കാര്യമാക്കേണ്ടത്, നിങ്ങൾ എൻ്റെ ഒരു പൊന്നാരം കുട്ടിയല്ലേ, ഐ ലവ് യു സോ മച്ച്. അമ്മ അങ്ങനെ പറഞ്ഞു, വൈ യു ബോദർ അബൌട്ട് ദം. അമ്മ അങ്ങനെ പറഞ്ഞിട്ട് എനിക്കത് പ്രശ്നമേ ഇല്ല, പിന്നെ ആരോട് പറയാൻ. ഫാദർ കാണുന്നൊന്നുമില്ല, ഈ വാസ് ഓൾവേസ് ഇൻ സർവീസ്. അപ്പോൾ നമ്മൾ സഹിച്ചു. സോ വെൻ ഐ ഗോ നൗ ടു ബ്രാൻഡ് അംബാസിഡറായിട്ട് അവരോട് പാരൻസിനോട് ഞാൻ പറയാറുണ്ട്, നിനക്ക് ഇത് അറിയാമോ, താങ്കളുടെ കുട്ടിയെ ഇതിൻ്റെ പേരിൽ നിങ്ങൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അവരെ കളിയാക്കും. അപ്പോൾ ഒരു അമ്മ എന്നോട് പിന്നെ ഒരു ദിവസം ചെയ്തിട്ട് ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു, സാർ ഇത് ഒരു പുതിയ അറിവായിരുന്നല്ലോ. എൻ്റെ മകളെ സാറ് പറഞ്ഞ ശേഷമാണ് ഞാൻ എൻ്റെ മകളെ ചോദിച്ചത്, അവർ നിന്നെ കളിയാക്കാനുണ്ടോ? എല്ലാം കളിയാക്കാനുണ്ട്. ഇതുവരെ ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല, അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇത് എല്ലാ ആളുകൾക്കും കേൾക്കാനുള്ള കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ എന്തു പ്രശ്നമുണ്ടായാലും, നമ്മളെ ഒന്നുമില്ലെങ്കിൽ പെൺകുട്ടികളിൽ നിറം പോലെ അത്രയും നല്ലതായില്ലെങ്കിലും അവരുടെ കൂടെയുള്ള പെൺകുട്ടികൾ അവരെ കളിയാക്കുന്നുണ്ട്. ഇതിനകത്ത് മറച്ചു വെക്കാനൊന്നുമില്ല. ഹൈറ്റ് കുറവായിപ്പോയി, ചിലപ്പോൾ സംസാരിക്കാനും വീക്കുണ്ട്, സംസാരിക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഏതോ ഒരു ശരീരത്തിന് അംഗമില്ല, പിന്നെ സംസാരിക്കുമ്പോൾ സംസാരം ഒരു അത്രയും ക്ലിയർ അല്ല. കുട്ടികളൊക്കെ വേറെ ഉദ്ദേശം കൊണ്ടുണ്ട് ഈ കാര്യം കൊണ്ട് ആ കുട്ടിയെ എപ്പോഴും ശല്യം ചെയ്തേ കൊണ്ടിരിക്കും, അതിന് സംശയമൊന്നുമല്ല. നമ്മൾ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, അത് ഉണ്ടാവാൻ പാടില്ല. അത് അന്നത്തെ കാലം കഴിഞ്ഞു.
അതുണ്ടെങ്കിൽ അത് പാരൻസ് അത് കുട്ടീനോട് ആദ്യത്തെ ചോദിക്കേണ്ടത്. നിങ്ങളെ കുട്ടീനോട് ചോദിച്ചാൽ കുട്ടി പറയും നിന്നെ ഇതിൻ്റെ പേരിൽ ആരും നിന്നെ ശല്യപ്പെടുത്തുന്നുണ്ടോ, കളിയാക്കുന്നുണ്ടോ. ഉണ്ടെങ്കിൽ ആ കാര്യം കാരണം ഇത് മാനസികമായിട്ട് ഞങ്ങൾ തകർന്നു പോവാണ് ആ കുട്ടി. ആത്മഹത്യ വരെ ചിലപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് കൂടുതൽ ശല്യമാകുമ്പോൾ പിന്നെ ഞാനവിടെ കരയും. അപ്പോൾ കരയുമ്പോൾ ഒട്ടേക്ക് ഒന്ന് ആലോചിച്ച് നോക്കും. മുറിയിൽ ഇവന്മാരെല്ലാം നമ്മൾ കളിയാക്കിയിട്ട് അവരെല്ലാം പോയി. നമ്മൾ ആ മുറിയിൽ ഒട്ടേക്ക് ഇരിക്കുന്നു. അപ്പോൾ ഭയങ്കര കരച്ചിലും നമ്മൾ തന്നെ കരയുന്നു. ചോദിക്കാൻ അവിടെ ആരുമില്ല, നിങ്ങൾ എന്തിനു കരയുന്നതെന്ന് പറഞ്ഞിട്ട്. ആ സമയത്തിൽ നമുക്ക് ഇതിനേക്കാൾ ഭേദം നമ്മൾ മരിക്കാനല്ലേ നല്ലത് ചിലപ്പോൾ തോന്നിച്ചു പോകാം. ആ അവസ്ഥ ഇനിയും മാറിയിട്ടില്ല. പക്ഷെ ഇതിനെതിരായിട്ട് നടപടി തുടങ്ങാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. പാരൻസും അത് അനുവദിക്കാൻ പാടില്ല. പാരൻസ് കുട്ടിയെ ചോദിച്ചാൽ മനസ്സിലാക്കി വന്ന് ഹെഡ് മാസ്റ്ററിനെ പറയണം. ആ കുട്ടി ആരെ ശല്യം ചെയ്യുന്ന അവരെ വിളിപ്പിച്ചിട്ട് അവരെ താക്കീത് ചെയ്യണം. ഇനിയും അവർ അത് ചെയ്തില്ല, അവർ പിന്നെയും വന്ന് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരായിട്ട് നടപടി എടുത്തിട്ട് സ്കൂളിൽ പുറത്താക്കാനുള്ള സമയം കഴിഞ്ഞു. ഇല്ലെങ്കിൽ കുട്ടികളെല്ലാം സഹിക്കുന്നു. ഏത് ക്ലാസ്സിൽ പോയാലും ഒന്ന് രണ്ട് സ്പെഷ്യൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടിയെ ഒന്ന് കാണുമല്ലോ. അതിനെന്താ, ഈ കുട്ടിക്ക് തെറ്റൊന്നുമില്ലല്ലോ. ചിലപ്പോൾ പോളിയോ ഇഞ്ചക്ഷൻ പോലും നമുക്ക് ശരിക്കും ഇന്ത്യ രാജ്യത്തിൽ കേരളത്തിലൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട കുട്ടികൾ പോളിയോ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല പറഞ്ഞിട്ട് അവർക്ക് അവനെ ഞെണ്ടി അവിടെ നടക്കുന്നു പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് എന്ത് തെറ്റാണെന്ന് അതിന് പേരൻസ് അറിയാതെ കൊണ്ടോ പൈസ ഇല്ലാത്തത് കൊണ്ടോ എന്തോ അവർ ചെയ്തിട്ടില്ല. ദിസ് ഹാസ് ടു ബി സ്റ്റോപ്ഡ്. ഈ കാര്യമാണ് ഞാൻ പോയി പറയുന്നത്. ഓൾ പാരൻസ് ഹു ആർ ലിസണിങ്, അത് കുട്ടികൾക്ക് തമ്മിൽ അങ്ങനെ ആ ദയ ചെയ്യാൻ പാടില്ല. ആ മാനസിക വികസനം അവർക്ക് ആയിട്ടില്ല. ഞാൻ പറയുമ്പോൾ ഈ കുട്ടിക്ക് വേദന ഉണ്ടാവുന്നുണ്ടെന്ന് തിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയും കുട്ടികൾക്ക് ഇല്ല 10 വയസ്സ് വരെയുള്ള. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ബി സ്റ്റോപ്ഡ്. ഇറ്റ് ഷുഡ് ബി സ്റ്റോപ്ഡ്. പാരൻസ് അതിനു വേണ്ടി ശ്രദ്ധിക്കണം, ടീച്ചർ ശ്രദ്ധിക്കണം, കുട്ടി പറയണം. സാർ, ഇപ്പോൾ സാറിൻ്റെ ജീവിതം ഭയങ്കര ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ്. ഇപ്പോൾ ക്രിക്കറ്റ് കളി ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഭ്രാന്തായിരുന്നു. ആ സമയത്ത് അതിനകത്ത് നിന്ന് മാറി പിന്നീട് സിവിൽ സർവീസിലേക്ക് എഴുതാമെന്നൊക്കെ വിചാരിക്കുമ്പോഴും അന്ന് കോൺഫിഡൻസ് ഒന്നും അത്ര ഉണ്ടായിരുന്നില്ല. എഴുതി നോക്കാം എന്നുള്ള അർത്ഥത്തിൽ എഴുതിയതാണ്. പക്ഷേ അതിനകത്ത് ക്ലിക്കാവുന്നു. ആ സമയത്തും പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ 60% ഉള്ളിലായിരുന്നു മാർക്കൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സത്യത്തിൽ ഈ പഠിപ്പിസ്റ്റുകൾക്ക് ഉണ്ടാവാൻ ഉള്ളൊരു ഗുണമായിട്ട് തോന്നണില്ല. ഇപ്പോൾ ഇൻ്റലിജൻസ് ചിലപ്പോൾ പഠിപ്പിസ്റ്റുകൾക്ക് ഉണ്ടാവണമെന്നുമില്ല. പക്ഷേ ഇൻ്റലിജൻസ് ഇതുമായിട്ട് ആൾക്കാർ വെറുതെ ഇങ്ങനെ കൂട്ടിക്കെട്ടി വെച്ചേക്കുക. അതായത് ഇവരൊക്കെ ഇൻ്റലിജൻ്റ് ആയിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രായോഗികമായ ജീവിതത്തിൽ അങ്ങനെ ആവണമെന്നില്ല. സാറിൻ്റെ അനുഭവത്തിൽ എങ്ങനെയാണ് ഇൻ്റലിജൻസുമായിട്ടുള്ള ഇൻ്റലിജൻസ് ഇപ്പോൾ പറയുന്നത്, പുതിയ തിയറിയിൽ പറയുന്നത് ഇൻ്റലിജൻസും ടാലൻറ്റും എല്ലാം ഓവർ റേറ്റഡ് ആണ്. അത് വലിയ കാര്യമൊന്നുമില്ല. ടാലൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എൻ്റെ മോനിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ടാലൻറ്റ് ഉണ്ടെന്ന്. അത് ടാലൻറ്റ് ഉണ്ട്, അത് ശരി. പക്ഷേ ഈ ടാലൻറ്റ് കൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. അത് ആദ്യത്തെ ഇതുപോലുള്ള എവിടെയോ നമ്മൾ പുറത്ത് പോയി അതിനെ സംബന്ധിച്ചിട്ടുള്ള ഡിപ്ലോമ ചെയ്തു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരിച്ച് വന്ന് ചെറിയ സ്റ്റുഡിയോയിൽ അത് ജോലി ചെയ്യാൻ തുടങ്ങി. എപ്പോഴും അവരുടെ വർക്ക് നന്നാക്കാനുള്ള ശ്രമം, ഇതെല്ലാം നോക്കിയിട്ടാണ് പുള്ളിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. സിവിൽ സർവീസിലും ആയാലും ക്രിക്കറ്റ് ആയാലും നമ്മൾ ടാലൻറ്റ്, ഒരു സച്ചിൻ തെണ്ടുൽക്കർ ഒരു നല്ല ടാലൻറ്റഡ് ബാറ്റ്സ്മാനാണ്. സഞ്ജു സാംസൺ ടാലൻറ്റഡ് ബാറ്റ്സ്മാനാണ്. സഞ്ജു സാംസണും സച്ചിൻ തെണ്ടുൽക്കർ പോലെയുള്ള ഒത്തിരി കുട്ടികൾ വേറെ അവരുടെ നമ്മൾ കേൾക്കുമ്പോൾ, ഇപ്പോൾ കേരളത്തിൽ കേൾക്കുമ്പോൾ സഞ്ജു മാത്രമേ ഉള്ളൂ. എല്ലാ സ്ഥലത്തിലും ഇപ്പോൾ ക്രിക്കറ്റ് ആളുകൾ കളിക്കുന്നുണ്ട്. എന്തുകൊണ്ട് സഞ്ജു പോലെയുള്ള ആളുകൾ തിരിച്ചു പറഞ്ഞില്ല? അതിന് എൻ്റെ അഭിപ്രായം വേറെയാണ്. ഒന്നാമത്തെ, ഇയാളത് ഒരു ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ടണമെന്ന് ഒന്ന്. പിന്നെ ഇപ്പോഴത്തെ ഈ കാലത്തിൽ ആ കുട്ടി 6, 7, 8 വയസ്സ് മുതൽ ഇപ്പോൾ ഒരു രാജസ്ഥാൻ ഈ IPL രാജസ്ഥാനിലുള്ള ഒരു സൂര്യവംശി പറഞ്ഞിട്ട് ഒരു കുട്ടി കളിക്കുന്നുണ്ടല്ലോ, 13 വയസ്സുകാരൻ. ആ സെഞ്ചുറി അടിച്ചു, നമ്മളെല്ലാം വളരെ ഹാപ്പിയാണ്. പക്ഷേ ആ യാത്ര ഇയാൾക്ക് തുടങ്ങിയത് 5-6 വർഷം മുമ്പാണ്. വാൻ ഹി വാസ് ഓൺലി 8-9 years old. അന്നേ മുതൽ ഇയാൾ രാവിലെ, ഇയാൾ ഏതോ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്, ബീഹാറിൽ നിന്ന്. മറ്റേ ട്രെയിനിങ് ചെയ്യാൻ പോകുമ്പോൾ രാവിലെ 2 മണിക്കൂറുള്ള ബസ് പിടിച്ചിട്ട് പോകണം. അമ്മ എഴുന്നേറ്റണം. ദിവസേന ഇയാളുടെ ആഹാരം അമ്മ ഉണ്ടാക്കി തരണം. 2 മണിക്ക് ഇയാൾ പോകണം.
അച്ഛന് കൂടെ പോകണം, വെറുതെ ഒരു കട ഉണ്ട്, അത് കട വേറെ നമ്മുടെ ഇയാളത് വേറെ ഒരു മകനുണ്ട്, ആ മകൻ വന്നു നിങ്ങൾ നോക്കിക്കൂ. ഇയാൾ 8-9 വയസ്സ് മുതൽ ഈ 14 വയസ്സ് വരെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇങ്ങനെ അവിടെ പോയി. അത് പിന്നെ ഒരു കോച്ചിൻ്റെ ഏർപ്പാട് ചെയ്തു, അവർക്ക് കയ്യിൽ പൈസ ഇല്ല, എങ്ങനെയെങ്കിലും കോച്ച് ഏർപ്പാട് ചെയ്തു. അപ്പോൾ കോച്ചിൻ്റെ ഇയാളുടെ ടാലൻ്റ് എന്ന കാര്യം ഓക്കെ, പക്ഷെ ടാലൻ്റ് ഉണ്ടായിട്ടും കുറേ ആളുകൾ ഈ ആളിന് വേണ്ടി നമ്മൾ പാടുപെടുന്നുണ്ട്. അമ്മ പാടുപെടുന്നുണ്ട്, അച്ഛൻ്റെ ജോലി കളഞ്ഞു അതിനു വേണ്ടി. ഈ ആളിന് കൂടെ ആരും നടക്കണ്ടേ? സംബഡി ഹാസ് ടു ടേക്ക് ഹിം ടു അനദർ സിറ്റി. അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വെറുതെ ഇരിക്കണം, കിറ്റ് വാങ്ങി കൊടുക്കണം. അപ്പോൾ there are lot of people who are helping that talented boy. വെറും ഒരു ടാലൻ്റ് ആയാലും ഒന്നും ആവാൻ പോകുന്നൊന്നുമില്ല. ഐ എം ടെലിങ് യു. അതുപോലെ കാര്യമാണ് സിവിൽ സർവീസിൽ ഒരു ഇൻ്റലിജൻസോ ടാലൻറ്റിൻ്റെ യാതൊരു കാര്യമില്ല. ഇവിടെയാണ് ഹാർഡ് വർക്ക്. അതും 1-2 വർഷത്തിൻ്റെ കണ്ടിന്യൂസ് ഹാർഡ് വർക്കും. പിന്നെ ചോദിക്കുകയാണ് എന്താണെന്ന്, അതാണ് പഠിക്കേണ്ടത്. അവിടെ ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് നന്നായിട്ട് നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നാണ് അതിൻ്റെയാണ് സെലക്ഷൻ. അവിടെ നിന്ന് ഇൻ്റലിജൻസിൻ്റെ കാര്യമൊന്നുമില്ല, ടാലൻറ്റിൻ്റെ ഒരു കാര്യമൊന്നുമില്ല. എന്തു ടാലൻറ്റ്? അപ്പോൾ ഹൂ വിൽ റൈറ്റ് ബെറ്റർ വിൽ പാസ്. ഞങ്ങളും കണ്ടിട്ടുണ്ട്, ഞങ്ങളെക്കാൾ കൂടുതൽ സ്മാർട്ടായ ആള്, നമ്മുടെ സ്മാർട്ട് തങ്ങൾ പറഞ്ഞ പോലെ ഈസ് വെരി ടാലൻറ്റഡ്. ഇയാൾ പെട്ടെന്ന് പോകുമ്പോൾ 1 മണിക്കൂറിലോ ഒക്കെ എല്ലാം എഴുതി പുറത്ത് പോകും. ഇയാളെ എപ്പോഴും ഫസ്റ്റ് ക്ലാസ് പറയുന്നുണ്ട്. നമ്മുടെ കേൾക്കാറില്ലേ? UPSC നടക്കില്ല. UPSC ചോദിച്ച മറുപടി നിങ്ങൾ കറക്റ്റായിട്ട് അത്രയും 20 ശബ്ദത്തിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കാൻ പാടില്ല. 20 വാക്കുകളിൽ മൊത്തം എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ മറുപടി തന്നോ ഇല്ലയോ എന്ന് കാണാമെന്ന് നിങ്ങളുടെ എഴുതുന്നതിൻ്റെ ഭാഷ നന്നായിരുന്നോ, പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞാണെങ്കിൽ പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട്, അവിടെ ചോദിച്ച മറുപടി കറക്റ്റായിട്ട് പറഞ്ഞിട്ട് മാർക്സ് കിട്ടുകയുള്ളൂ. ഇവിടെ ടാലൻറ്റ് ഇത് ഹാർഡ് വർക്ക്. അവർ പറയാനുണ്ട് ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻറ്റ്. ഇപ്പോൾ ടാലൻറ്റ് ഈസ് ബീൻ ബീറ്റൻ ബൈ ഓൾ. വെറും ഒരു ടാലൻറ്റ് കൊണ്ട് സ്പോർട്സിലും ഗുണമുണ്ടാവില്ല, സിവിൽ സർവീസിൽ തീരെയും ഗുണമില്ല എന്ന് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളൊക്കെ എല്ലാം 2nd ക്ലാസ് കൊണ്ടൊക്കെ പാസ്സായവരാണ്. രാജസ്ഥാനിൽ അല്ലാതെ മാർക്സ് അവർ തരുന്നില്ല. 60% മാർക്സിൻ്റെ നിയമമുണ്ട്. MA മാസ്റ്റേഴ്സ് ഓഫ് ആർട്സിൽ നിങ്ങൾ എത്ര മാർക്സ് വന്നാലും രാജസ്ഥാൻ യൂണിവേഴ്സിറ്റിയുടെ നിയമം കൊണ്ട് ഓൺലി 60% വിൽ ബി ഗിവൻ. അപ്പോൾ നിങ്ങൾക്ക് 60% വന്നാൽ നിങ്ങൾക്ക് 100% വന്നു, നിങ്ങൾ അത് തന്നെത്താന്ന് കരുതിയാൽ മതി. വി വിൽ നോട്ട് ഗിവ് യു മാർക്സ്. അപ്പോൾ 60% മാർക്സ് എനിക്ക് വന്നിട്ടുണ്ട്. ഐ എം എ ഗോൾഡ് മെഡലിസ്റ്റ്. അപ്പോൾ ഐ നോ ഐ ഹാവ് വർക്ക് വെരി ഹാർഡ്, ബട്ട് മൈ മാർക്സ് ആർ 60%. പക്ഷേ ആ 60%ൻ്റെ കാര്യം ഇവിടെ പറഞ്ഞാൽ ഇവിടെ നാട്ടുകാരോട് ചിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ 99 താഴെ സംസ്ഥാനം പോലും ഇല്ലല്ലോ ഇവിടെ. സോ രാജസ്ഥാനിലെ സാക്ഷരത കുറവാണെങ്കിലും അവിടെ ക്വാളിറ്റി ഇനിയും ഉണ്ട്. പാസ്സാവുന്നവർക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. ഒരു ഒറ്റ ഉദാഹരണം പറയാം. ഹിസ്റ്ററിൻ്റെ രാജസ്ഥാനിലെ MA വേണ്ടി പഠിക്കുമ്പോൾ പിന്നെ എനിക്ക് UPSC ഹിസ്റ്ററി പേപ്പർ പഠിക്കാനുള്ള ആവശ്യം ഉണ്ടായിട്ടില്ല. അത് ആ രീതിയിൽ വേണം, ആ ലെവൽ നമ്മൾ ഇവിടെ വരെ കൊണ്ടുവരാം. അപ്പോൾ ടാലൻറ്റ് വന്നിട്ട് കാര്യമില്ല. യു ഹാവ് ടു റിയലി വർക്ക് വെരി ഹാർഡ്. അത് സ്പോർട്സ് ആയാലും ഇല്ലെങ്കിൽ നമ്മുടെ സിവിൽ സർവീസ് ആയാലും, ആൻഡ് ദാറ്റ് ടു ഫോർ സം ഇയേഴ്സ്. ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒന്നും കിട്ടുമോ? രാഷ്ട്രീയത്തിൽ നോക്കൂ, ഇവിടെയൊക്കെ വന്ന് ഇപ്പോൾ ഇരിക്കുന്ന ചീഫ് മിനിസ്റ്ററോ ഇപ്പോൾ ഇരിക്കുന്ന ഏത് മന്ത്രിയോ ഏത് സംസ്ഥാനമായാലും ഇന്ത്യയിലും അവരൊക്കെ കഴിഞ്ഞ 50 വർഷം മുമ്പാണ് തുടങ്ങിയത്. പെട്ടെന്ന് ഇവിടെ ഏതോ ഒരു ടിക്കറ്റ് വാങ്ങി മന്ത്രിയാക്കാതെ ആരും പറഞ്ഞാണെങ്കിലും ശരിയല്ല. പീപ്പിൾ ആർ ദെയർ ഫോർ ലാസ്റ്റ് 50 years 40 years. അവർ ചെറിയ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. IAS കിട്ടിയിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ, ഈ കേരളത്തിലേക്ക് വന്നത് തന്നെ വലിയൊരു കഥയാണ്. തിരുവനന്തപുരം അറിയാതെ ചെന്നൈയിൽ പോയിട്ട് ഇറങ്ങിയിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷമാണ് കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ഞങ്ങൾ തിരിച്ച് സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നിട്ടുണ്ട്. ഇപ്പോൾ CBI ഉൾപ്പെടെയുള്ളവരിൽ ജോലി ചെയ്തിട്ടുണ്ട്. എവിടെ കൊണ്ട് നിർത്തിയാലും ജോലി ചെയ്യുമെന്ന് കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ 6 മാസമായിരിക്കും ജോലി ചെയ്തിട്ടുണ്ടാവും അവിടെയൊക്കെ. പക്ഷേ ജോലി ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും ഒരു കയ്യൊപ്പിടാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പം അതൊരു ഹാർഡ് വർക്ക് തന്നെയാണ്. അപ്പോൾ പക്ഷേ ഈ ചിലയിടത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നോ
ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടല്ലേ, ഇത് ഇങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാല്ലേ എന്ന് തോന്നുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. സാർ പ്രത്യേകം സ്റ്റഡി ചെയ്യുന്നതല്ലല്ലോ, ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ ഹാർഡ് വർക്ക് ചെയ്യുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ചില ആളുകൾ ചിലപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ അത് നാട്ടുകാരെ അറിഞ്ഞു, അത് പത്രത്തിലൊക്കെ വന്നു, മലയാളം മനോരമക്കാർ ഒരു അവാർഡൊക്കെ തന്നു. പക്ഷേ ഇതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ മാത്രം, പല ആളുകളുണ്ട് ഇതൊക്കെ ഇത് ചെയ്യാൻ. ഒരു അനന്ത് കൃഷ്ണനുണ്ട്. അനന്ത് കൃഷ്ണൻ കേരളത്തിലെ കമ്പ്യൂട്ടറൈസേഷൻ 100% കൊണ്ടുവന്നത് പുള്ളിയാണ്. പക്ഷെ പുള്ളി മിണ്ടാതെ ജോലി ചെയ്യും. അങ്ങനെയുണ്ട്. മിണ്ടാതെ ജോലി ചെയ്യുന്ന ആളുകളെയും പത്രക്കാരും പിന്നെ പ്രസ്സും മീഡിയയും ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പണ്ട് നമ്മുടെ KJ ജോസഫ് സാറൊക്കെ ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാലും ഒരു ലഹളമുണ്ടായാലും പിന്നെ അദ്ദേഹത്തിൻ്റെ സർക്കാർ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ സുകുമാരൻ നായർ സാറുണ്ട്, എൻ്റെ ഗുരുവായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ വന്നു. അപ്പോൾ കീഴിൽ വരുമ്പോൾ ഞാൻ നന്നായിട്ട് മലയാളം അറിഞ്ഞിരിക്കണം, ഞാൻ നന്നായിട്ട് യൂണിഫോം ധരിച്ചിരിക്കണം. ഹീ മേഡ് ഇറ്റ് എ പോയിന്റ്. അപ്പോൾ there are people, ഒത്തിരി ആളുകളുണ്ട്. അത് നിങ്ങൾ എന്നെ വിളിച്ചെന്ന് ഒരു നിമിത്തമായിട്ട് എന്നെ മാത്രം കാണുള്ളൂ. താങ്കൾക്ക് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഉള്ള വേറെ ആളുകളും താങ്കൾക്ക് വിളിക്കാമായിരുന്നു എന്ന്. അപ്പോൾ ഒരു ദിവസത്തിൽ ഒരാൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം നന്നാക്കാൻ പറ്റുമെന്നൊന്നുമില്ല. അതിൻ്റെ മുമ്പിലുള്ള ആളുകളും കുറേ ആളുകളെ കാണും, അതിന് ശേഷവും കുറേ ആളുകളെ കാണും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ 11 വർഷം മുമ്പായിരുന്നല്ലോ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ. അത് 11 വർഷം ശേഷം ഞാൻ വന്ന ശേഷവും അവിടെ കുറേ ആളുകളൊക്കെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അവരൊക്കെയും തുടർന്നായിരിക്കും നല്ല രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ആളുകളെല്ലാം 100% ഹെൽമെറ്റൊക്കെ വെക്കുന്നത്, സീറ്റ് ബെൽറ്റൊക്കെ വെക്കുന്നത്. പക്ഷേ നിയമം നമ്മളെ പാലിപ്പിക്കാനുള്ള ഒരു പരിധിയുണ്ട്. നാട്ടുകാർക്ക് അത് ഒരു ശ്രദ്ധയില്ലായ്മ അത് അത്രയും ശരി. ഇനിയും 5000 നമ്മുടെ മരണത്തിൽ 5000 ആളുകൾ ഏകദേശം എല്ലാ വർഷം മരിക്കുന്നു. എന്തുകൊണ്ട് ഈ നമ്പർ 2000 അല്ലെങ്കിൽ 3000 വരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല? ഇനിയും ശ്രദ്ധയില്ല. ലെക്ചർ കൊടുക്കാൻ ഉദാഹരണം ഞാൻ പറയാം. ലെക്ചർ കൊടുക്കാനും അത് കണ്ടാൽ എനിക്ക് സങ്കടം തോന്നി. ലെക്ചർ കൊടുക്കാൻ വേണ്ടി ഞാൻ ട്രെയിനിൽ മാത്രമേ പോവുള്ളൂ. അപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ട്രെയിനിന് വേണ്ടി നമ്മുടെ കാത്തിരിക്കുന്നു, സ്റ്റേഷനിൽ നിൽക്കുന്നു. മിക്കവാറും കോട്ടയം സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ കോട്ടയം സ്റ്റേഷനിൽ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ട്രെയിനുകൾ ചിലപ്പോൾ ഈ അവസാനത്തെ സമയത്തിൽ ചിലപ്പോൾ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ അവിടെ മാറാറുണ്ട്. അത് അവരുടെ ഓപ്പറേഷൻ റിക്വയർമെൻറ്റാണ്. അപ്പം നോക്കുമ്പോൾ ആ ട്രെയിൻ അവിടെ വരില്ല, ഇങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാ ആളുകൾ ഈ 100% സാക്ഷരമുള്ളൂ. നമ്മുടെ ബീഹാർ UP കാരോട് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരോട് പറഞ്ഞാൽ അവർക്ക് സാക്ഷരത ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സമാധാനിപ്പിക്കാം. ഇവിടെ IC ഒരു 10-50 ആളുകൾ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടും താഴെ ഇറക്കി 2 ട്രാക്ക് ക്രോസ് ചെയ്യുന്നു, ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു പോലീസുകാരി ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളെന്നോ അപ്പോൾ പോലീസുകാരി ഇങ്ങനെ വിസിലടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരും കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ ഈ വിസിലടിക്കുന്നത്? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, ഇവർക്ക് അവരായിട്ട് നിങ്ങൾ ഇപ്പോൾ ഏതായാലും നിങ്ങളെ കണ്ടല്ലോ, നിങ്ങളത് അവരെ തടയാൻ ശ്രമിച്ചില്ലേ? ഇവരൊക്കെ പേരൊക്കെ മേൽവിലാസമൊക്കെ എടുത്തിട്ട് കുറേ ആളുകൾ അവരായിട്ട് കേസ് എടുത്തിട്ട് ഒരു 500 രൂപ 1000 രൂപ ഒരു ഫൈൻ വരെ ചെയ്താലും കുറച്ച് പേടി ഉണ്ടാവുമല്ലോ. കേസ് അതായത് പുള്ളികളെ ഒരു നിസ്സഹായം പോലെ ഒന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ നിയമങ്ങൾ അപ്പോൾ ഈ അമേരിക്ക, ഈ സൗദി അറേബ്യ, ഈ ദുബൈ പോലെയുള്ള ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ കർശനമായ നിലപാട് എടുത്താലേ മതിയാവും. അതായത് ഞാൻ പറയുന്നത് 2 തെറ്റ് ചെയ്താൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. അവർക്ക് നമ്മൾക്കൊരു മലയാളികളുണ്ടല്ലോ ഗൾഫിൽ. നിങ്ങളും ചിലപ്പോൾ ഗൾഫിൽ പോകാതെ ഇപ്പോൾ ആരുമില്ല. അവിടെ എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ആളുകൾ പോയത്? ഇങ്ങനെ ഒരു 10ൻ്റെ സ്പീഡിൽ വണ്ടി ഓടിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്രയും സ്ലോ ആയിട്ട്? അയ്യോ സാർ, ഇവിടെ സാർ ആ ലൈൻ സാർ കാണുന്നുണ്ടല്ലോ, അവിടുന്ന് മുകളിൽ ഞാൻ കയറിയാൽ ക്യാമറ എന്നെ പിടിച്ചാൽ എത്ര ദിർഹം എന്തോ അവർ പറയുന്നുണ്ട്, 500 ദിർഹമോ 1000 ദിർഹമോ ഒക്കെ പോവും സാർ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും മാന്യത, നിങ്ങൾ ഇത്രയും മാന്യനായിട്ട് നടക്കുന്നത് ഇവിടെയാണ്. നിങ്ങളും തന്നെ തിരുവനന്തപുരത്തിലോ കൊച്ചിയിലോ പോയാൽ നിങ്ങളെ ശ്രദ്ധിക്കുമോ? വിളിച്ചിരിക്കുന്നു, വേറെ ഒന്നുമില്ല.
നമ്മുടെ ആ ഒരു 100 രൂപ 500 രൂപ 1000 രൂപ എന്ന ഫൈനാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒരു കൂടുതൽ തുക, ഒരു 10,000-ന്റെ താഴെ ഫൈൻ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നത്. അതിനകത്ത് പല സംസ്ഥാനങ്ങൾ അവരുടെ ആ രീതിയിലൊക്കെ ആ ഫൈൻ അവർ ഇടുന്നില്ല. അപ്പോൾ ആളുകൾ മരിച്ചേ കൊണ്ടിരിക്കുന്നു. ഈ ലൈൻ്റെ കാര്യത്തിലൊക്കെ സാർ ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോഴേ അവർ മനസ്സിലാക്കണ്ടേ, അവർ ഇനിയും മനസ്സിലാവില്ല. ചില ആളുകൾ ഹെൽമെറ്റ് മാറ്റിയിട്ട് കയ്യിൽ വയ്ക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ വെച്ച് സാർ ഇപ്പോൾ 1 കിലോമീറ്റർ വരെ ഒരു പോലീസുകാരൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്ത് പറയാം. പിന്നെ അത് അപ്പം പിന്നെ മരണം കുറയാനില്ല. നമ്മൾ വിശേഷിച്ച് നമ്മൾ തീരുമാനിച്ചിരുന്ന രീതിയിൽ ഇത്തരം നിയമങ്ങളൊക്കെ ഹെൽമെറ്റ് ഉണ്ടായിട്ടും സീറ്റ് ബെൽറ്റുകൾ ഉണ്ടായിട്ടും, കാരണം ഇത് നമ്മുടെ ഒരു ആവശ്യം പറയുമ്പോൾ രാത്രി 1 മണിക്ക് നാച്ചുറലി രാത്രി ഒരു 11 മണി ശേഷം പിന്നെ ട്രാഫിക് ഡ്യൂട്ടിക്കാരൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പം അതിന് ഒരു തോന്നും പോലെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. സാർ ഇപ്പോൾ ജയിലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ശരിക്കും ഒരു നിരപരാധിയെ രക്ഷിക്കുന്നൊരു സംഭവം പറഞ്ഞു കേട്ടത്. കാരണം അയാളൊരു കേസിൽ പെട്ടുപോകുമായിരുന്നു, ഒരു റിക്ഷ ഓടിക്കുന്ന മനുഷ്യൻ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ മാത്രമുള്ള സമയം സത്യത്തിൽ കിട്ടുമോ അത്തരം ജോലികൾ ചെയ്യുമ്പോൾ? അത് യാദൃച്ഛികമായി സംഭവിച്ചതാണോ അത് സാർ നിരന്തരമായി പോകണം? നമ്മൾ ഒരു ജയിൽ ഡി ജി ആണെങ്കിൽ നമ്മുടെ ജയിലുകൾ സന്ദർശിക്കണം. നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. നമ്മൾ അവിടെ പോയി നോക്കുക. ഒരു ഓഫീസിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഓഫീസിന് വേണ്ടി ഞങ്ങളെ ഓഫീസിന് പണി ചെയ്യാൻ വേണ്ടിയൊക്കെ അവിടെ ആളുകളുണ്ട്. ഫയൽ ക്ലിയർ ചെയ്യാനും എന്തെങ്കിലും ചെയ്താലൊക്കെ ഫയലുകൾ അവിടെ ചെയ്യാൻ ആളുകൾ. നമ്മളൊക്കെ നേരെ ഇറങ്ങുക, ഫീൽഡിൽ ഇറങ്ങുക, നോക്കുക. സ്റ്റേഷനിൽ ഹോസ്ദുർഗിൽ പോവുക. ഹോസ്ദുർഗ് ലാസ്റ്റ് ജയിലാണ്. ഹോസ്ദുർഗിൽ എന്താണ് നടക്കുന്നത്? അപ്പോൾ ഹോസ്ദുർഗിൻ്റെ സ്റ്റാഫ് ആ സാറ് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ കുറേ കാര്യങ്ങൾ അവിടെ നന്നാക്കി വയ്ക്കും. പിന്നെ നമ്മൾ അവിടെ കിടക്കുന്ന എല്ലായിടത്തും പുറത്ത് ജയിലിൻ്റെ അകത്തും ഈ സെല്ലിൽ നിന്ന് പുറത്ത് എടുത്തിട്ട് ചോദിക്കാമല്ലോ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം, ഇവിടെ താങ്കൾക്ക് എന്തെങ്കിലും ശല്യമുണ്ടോ, ആരും മർദ്ദിക്കുന്നുണ്ടോ, നിന്നെ ആളുകളെ കാണാൻ സമ്മതിക്കുന്നുണ്ടോ? അവർക്ക് കുറേ അവകാശങ്ങളുണ്ട്. സാർ DGP ഇങ്ങനെ വന്ന് ചോദിക്കും. എൻ്റെ ജയിലിലും ചിലപ്പോൾ ചോദിച്ചാൽ എന്നെവരായിട്ട് പരാതി ഉണ്ടാകാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും നമ്മളെ കറക്റ്റായിട്ട് വെക്കണം. ഒറ്റ ജയിലിൽ പോയാൽ 10 ജയിലിൽ തന്നെത്താൻ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവും. ഇങ്ങനെ ഒരു സന്ദർശിക്കുമ്പോഴാണ് അവർ ഒരു സങ്കടത്തിൽ പറയുമ്പോൾ ഈ കാര്യം പറഞ്ഞത്. സാർ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, സാറിന് അന്വേഷിക്കാം. ആ ലോക്കൽ SP വഴി SP-യുമായി സംസാരിച്ചിട്ട് SP കൺസേൺഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുമായി സംസാരിച്ചിട്ട് അവർ പറഞ്ഞു ശരിയാണ് സാർ, ഇയാളത് തെറ്റൊന്നുമില്ല. അവിടെ തന്നെ അവർ തെറ്റ് ചെയ്യുന്ന ആളുകളും അവിടെ ഉണ്ട്. അവരും പറയുന്നു ഇല്ല സാർ, ഇയാൾ ഒരു ഓട്ടോ ഡ്രൈവർ മാത്രമാണ്, ഇത് കൊലപാതകം ഞങ്ങളാണ് ചെയ്തത്, ഇയാളുടെ ഓട്ടോയിൽ ഒരു സ്ഥലം നിന്ന് മറ്റേ സ്ഥലം വരെ പോയെന്നേ ഉള്ളൂ. അവർ തന്നെ പറയുന്നു. പക്ഷെ ഇതുപോലെ കേൾക്കാനും ഒരു DGP പറഞ്ഞിട്ടേ ഈ കാര്യങ്ങൾ പുറത്ത് വരുള്ളൂ. എന്ത് വ്യവസ്ഥയാണ്? അവിടെ ഒരു സൂപ്രിൻറ്റൻഡൻ്റ് ഉണ്ട്. സൂപ്രിൻറ്റൻഡൻറ്റും അത് കേട്ട് കാണുമല്ലോ. പക്ഷേ നമ്മുടെ അതിന് നടപടിയില്ല, ഒന്നുമില്ല. ആ ലോക്കൽ SP-യെ വിളിച്ചത് ഞാൻ പോയ ശേഷം ആ SP വന്ന് സംസാരിച്ചു. ഇതൊന്നും അന്വേഷിക്കാമോ, അങ്ങനെ പറയുന്നു, അതിന് കാരണമൊന്നു. 3 ദിവസം ശേഷം പറഞ്ഞു സാറ് പറഞ്ഞ കാര്യം ശരിയാണ്, ഇയാൾ ഏതായാലും കേസ് കോടതിയിൽ പോയ സ്ഥിതിക്ക് ഇപ്പോൾ ഞങ്ങളൊരു DYSP ലെവലിൽ മജിസ്ട്രേറ്റിൻ്റെ ഒന്ന് പോയി ഈ കാര്യങ്ങൾ ഞങ്ങൾ മജിസ്ട്രേറ്റ് ബോധിപ്പിക്കാൻ പോവുക. മജിസ്ട്രേറ്റ് ബോധിപ്പിച്ചു. അദ്ദേഹമാണ് ഇതിനൊന്നും ഇല്ലാതെ പറഞ്ഞിട്ട് പുതിയ ഇൻവെസ്റ്റിഗേഷൻ കേസ് ചാർജ് ഷീറ്റ് ചെയ്ത ശേഷവും പുതിയ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നാൽ അത് കോടതിയിൽ ബോധിപ്പിക്കാനുള്ള ഒരു വകുപ്പുണ്ട്. 170 പണ്ടത്തെ CRPC 173 (8) അത് അറിയിച്ചു, ആൾ പോയി. ഈ ജയിലിനെ കുറിച്ച് കേൾക്കുന്ന കഥകൾ നമ്മൾ സിനിമാറ്റിക് ആയിട്ടുള്ള പല കഥകളും കേൾക്കാറുണ്ട്. പക്ഷേ സാറ് വന്ന സമയത്ത് കുറേ മൊബൈൽ ഫോണുകൾ റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അതൊക്കെ സാധ്യമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ കേൾക്കുന്ന കഥകളൊക്കെ കുറേയൊക്കെ വിശ്വസിക്കാൻ പാകത്തിനുള്ളതാണ്. അല്ല, സർക്കാർ തന്നെ പറഞ്ഞു അവിടെ മൊബൈൽ ഫോണുകൾ അത് നിയന്ത്രിക്കണമെന്ന്. എന്നിട്ട് പിന്നെ നമ്മൾ ആരോട് ചോദിച്ചത് കാര്യമില്ലല്ലോ. നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ അത് എങ്ങനെ
അങ്ങനെ പറഞ്ഞാലും ഉണ്ടാവാൻ പാടില്ല എന്ന് അവർക്കും അറിയാം. നമ്മളെ തന്നെ ഇറ്റ് ഈസ് ബെറ്റർ നമ്മൾ നേരിട്ട് നമ്മളെ തന്നെ പോയി നോക്കിയാൽ മതിയല്ലോ. നോക്കിയപ്പോൾ കണ്ണൂർ ജയിലിൽ എത്ര 500-600 ഒരു അന്ന് മൊത്തം കേരളത്തിൽ ഞാൻ റെയ്ഡ് നടത്തി. ഈ 3 ജയിലുകളിൽ 3 ജയിലേ ഉള്ളൂ, ശിക്ഷിക്കപ്പെട്ടവരെ വെക്കാനുള്ള 3 ജയിലുകളേ ഉള്ളൂ. തിരുവനന്തപുരം, വിയൂർ, കണ്ണൂർ. 3000 ആളുകൾ, ഓരോ 1000 ആളുകളാണ്. അത് മൊത്തം നോക്കിയപ്പോൾ അന്നത്തെ ആദ്യത്തെ റേഡിയോയിൽ തന്നെ 300-400 ഫോണുകൾ കിട്ടി. പിന്നെ അവർ ആളുകളെ കാണാവുന്ന രീതിയിലൊക്കെ വളരെ കർശനമാക്കി അത് കുറഞ്ഞു. ഇതിന് വലിയ രഹസ്യമൊന്നുമില്ല. നമ്മൾ കർശനമായാൽ ആ രീതിയിൽ നോക്കിയാൽ പിന്നെ അവിടെ ഉണ്ടാവില്ല. ജയിലിൽ ഫോണൊക്കെ ഉണ്ട്. ജയിലില് ഒരു ക്യൂ ഉണ്ട്. അവിടെ ജയിലിൽ ഒരു പബ്ലിക് ബൂത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ആവശ്യമൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലും ഫിലിം ചെയ്യുകയാണെങ്കിൽ ആ ബൂത്തുമായി സംസാരിക്കാമല്ലോ. 3 ആളുകൾ നമ്പർ കൊടുക്കണം. ഏതോ ആരോട് ഞങ്ങൾ സംസാരിക്കണമെന്ന്. ഒരു ഭാര്യ ആയിരിക്കും, ചിലപ്പോൾ അച്ഛനായിരിക്കാം, അങ്ങനെ സുഹൃത്തായിരിക്കാം. അത് നേരത്തെ അറിയിച്ചാൽ മതി മാത്രം. ഇതൊരു വലിയ കാര്യം. അവർക്ക് വേറെ ഇതിൻ്റെ സാധനത്തിൻ്റെ ആവശ്യം ഇല്ല. അത് അനുവദിക്കാൻ പാടില്ല. ഈ തുറന്ന ജയിലുകളെ കുറിച്ച് കൂടെ കേൾക്കാൻ താല്പര്യമുണ്ട്. കാരണം നമ്മൾ അധിക പേർക്ക് അറിഞ്ഞുകൂടാത്തതാണ് കേരളത്തിൽ. തുറന്ന ജയിലുകൾ ഇന്ത്യ രാജ്യത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ സംസ്കാരങ്ങൾ, മൂല്യങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ പോകുന്നത്. പഞ്ചാബിലെ ഒരു ദിവസം ഞാൻ പഞ്ചാബ് DGP ജയിൽ DGP എന്നോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതൊന്ന് ചെയ്തൂടെ? സാർ ഇവിടെ ഒരു മനുഷ്യൻ നിൽക്കില്ല, എല്ലാം ഓടിക്കളയും. ഇത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പുള്ളി ചിരിക്കുകയായിരുന്നു. സാർ പഞ്ചാബ് ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. കാരണം അങ്ങനെ അവരുടെ മൂല്യങ്ങൾ വേറെയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതുവരെ കഴിഞ്ഞ 50 വർഷം തുടങ്ങി മുമ്പ് ഒരാൾ പോലെ ഓടിപ്പോയിട്ടില്ല. ഇറ്റ്സ് എ റെക്കോർഡ്. ഇവിടെ അങ്ങനെ ശിക്ഷ കിട്ടിയ ശേഷം മലയാളി അങ്ങനെ പോകുന്നില്ല. ഇപ്പോൾ 6 പെട്രോൾ പമ്പുകളിൽ ജോലി ചെയ്യുന്നത് അവരാണ്. ശിക്ഷ കിട്ടിയവരാണ്. ജീവിതം ചില ആളുകൾ ഒരാൾ പോയി അവരെല്ലാം പുറത്താണ്, ജയിലിനകത്തൊന്നുമില്ല. നിങ്ങളെ കണ്ടില്ല പൂജപ്പുരയുള്ള അവർ രാവിലെ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നു, അവരോട് ജോലി ചെയ്തു. അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. അത് ചെയ്യാനുള്ള പണി അവർക്ക് 12,000 13,000 രൂപ ഒരു മാസത്തിൽ അവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ജോലിയായിട്ട് ചെയ്യുന്നു. ആ ജോലി കൊണ്ട് അവരുടെ കുടുംബം രക്ഷപ്പെടുന്നു. ഞങ്ങളവിടെ വേറെ ഒരു ഏർപ്പാട് ചെയ്തു. അവർ ഇവിടെ ജോലി ചെയ്യുകയാണെങ്കിലും അവർക്ക് അക്കൗണ്ട് ഞങ്ങളെ തുടങ്ങിയത് അവരുടെ ഭാര്യയുടെ പേരിൽ. അപ്പോൾ ഇയാൾ ഇവിടെ ജോലി ചെയ്യുന്നു, ഭാര്യ അവിടെ പൈസ കിട്ടുന്നു. ഇയാളാണ് കുറ്റം ചെയ്തത്. ഇതിൻ്റെ പേരിൽ ഇയാളുടെ 1-2 കുട്ടികളും ആ ഭാര്യവും അവരിതിന് വഴി ആധാരമാവുന്നത്. ഇയാൾ നന്നായിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇവന്മാരെ കൊണ്ട് പണി കഴിപ്പിച്ചിട്ട് അതിൻ്റെ മൊത്തം പൈസ അവർക്ക് കിട്ടുന്നത് അവരുടെ കുടുംബത്തോടാണ്. അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പൊ നെട്ടുകാൽത്തേരിയിൽ ആ ജയിലില് അത് റബ്ബറും ഒക്കെ ഉണ്ട്. അസാധ്യമാണ്. അതൊക്കെ കാണേണ്ടതാണ്. അത് നിങ്ങളൊക്കെ പത്രക്കാരൊക്കെ പ്രസ്സുകാരൊക്കെ അതൊക്കെ ഏറ്റെടുത്ത കാര്യങ്ങളാണ്. ഇത് നെട്ടുകാൽത്തേരിയും പിന്നെ ജിമേലിയും എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. ഒരു മനുഷ്യനും ഇതുവരെ ഓടിപ്പോയിട്ടില്ല, ഒന്നുമില്ല. അവിടെ ഗേറ്റൊന്നുമില്ല. അത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈൻ. ആർക്കും വേണമെങ്കിൽ പോവാം. ഞാനൊരിക്കൽ പോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ അവിടെയും പോയി. ഞാൻ പറഞ്ഞു, എന്താ നിങ്ങൾ ഇവിടുന്ന് ആരും എവിടെ പോകാൻ? സാർമാർക്ക് അറിയാം ഞാൻ ഏത് നാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട്. എൻ്റെ മേൽവിലാസം അവർക്കറിയാം. അഥവാ ഞാൻ ഓടിക്കുകയാണെങ്കിലും ഭാര്യയും കുട്ടികളെ കാണാൻ തന്നെ പോവുള്ളൂ. അത് യു നോ ഇറ്റ്. അപ്പോൾ ഇവിടുന്ന് പോയാൽ അപ്പോൾ തന്നെ സാർ അവിടെ ഒരു പോലീസുകാർ വന്ന് അവിടെ ഇരിക്കും. എനിക്ക് അവരെ കാണാൻ പറ്റുന്നൊന്നുമില്ല. പിന്നെ എവിടെ പോകാൻ സാർ? ഒന്ന്. രണ്ടാമത് അവരുടെ നല്ല ബിഹേവിയർ ആണെങ്കിൽ അവർക്ക് നേരത്തെ പോകാൻ പറ്റും. they can go early to home. ഈ രീതിയിലാണ്. അത് ഈസ് എ റെക്കോർഡ്. ഈ ഷുഡ് ബി കോട്ടഡ് ദാറ്റ് ഇതുവരെ 2 ജയിലിൽ നിന്ന് ഒരാളും ചാടി പോയിട്ടില്ല. ഏതോ ഒരു സ്ഥലത്തിൽ പോയിരുന്നു, ആളെ പിന്നെ തിരിച്ചു വന്നു. ആ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടെ നമുക്ക് യോജിക്കുന്നതല്ല. വേറെ സ്ഥലത്തിലും വന്നിട്ടില്ല. രാജസ്ഥാനിലൊക്കെ അത് ഫെയിലായി പോയി. അത് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് കേരള ഞങ്ങളെ അവിടെ സ്വീഡനിലേക്ക് അയച്ചു. സ്വീഡനല്ല, സോറി, നോർവേ. വലിയ കാര്യമൊന്നുമില്ല. ഇറ്റ് ഡിഡ്ന്റ് ഇംപ്രസ് മീ. അവർ ജയിൽസ് ആർ ഫാർ ബെറ്റർ ദാൻ ദോസ് ജയിൽസ്. വാൾഡൻ ജയിലിന്, അപ്പോൾ വാൾഡൻ ജയിലിൽ ഒന്നുമില്ല. വാൾഡൻ ജയിലിനെ കൊണ്ടുപോയി അവിടെ ഒരു ജയിൽ പോലെയാണ്. അതിൽ ആകെ അവരുടെ വ്യത്യാസം, ഒരാഴ്ചയിൽ അവരുടെ കുടുംബത്തിന് ഒരു ചെറിയ ഫ്ലാറ്റ്, അതിനകത്ത് ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുടുംബത്തിന്
ആ ആളുടെ കൂടെ ഈ ഭാര്യയും കുട്ടികളൊക്കെ വന്ന് താമസിക്കാം. അത് എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയായ കാര്യമല്ല. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. അവിടെ 300ഓളം ആളെ ഉള്ളൂ കേട്ടോ വാർഡൻ ജയിലിൽ. 500ഓളം അവരെ നോക്കാൻ 500ഓളം നമ്മൾ ജയിലുകാർ, ജയിൽ സ്റ്റാഫ്. ഇവിടെ നെട്ടക്കാലത്തരിയിൽ പോയാൽ ചിലപ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു 300ഓളം 400ഓളം നമ്മളെ പ്രിസണേഴ്സ് ഉണ്ട്. അവരെ നോക്കാൻ എത്ര ഒരു 10, 30, 40 ആൾ കാണും. അത് ഇറ്റ് ഡിഡ്ന്റ് ഇംപ്രസ് മീ. ഐ ഗേവ് എ റിപ്പോർട്ട് ദാറ്റ് പ്ലീസ് ബിക്കോസ് ഇറ്റ് വാസ് ഡൺ ബൈ ഡൽഹി ഹോം മിനിസ്ട്രി. ഹോം മിനിസ്ട്രി എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇത് ഒന്നുമില്ല, നിങ്ങൾ നട്ടക്കാലത്തേനെയും ജമീനിയും ഒക്കെ വന്നിട്ട് ജയിലിൽ പിന്നെ അവിടെ പണിയൊന്നുമില്ല. ആകെ അവർ ചെയ്യുന്ന ഒരു വണ്ടികളിൽ പെയിൻ്റ് അടിക്കാൻ 2-3 വണ്ടികളുണ്ട്. പിന്നെ കുറേ സിറാമിക് കപ്പ് പ്ലേറ്റ് ഉണ്ടാക്കുന്നു. ഇവിടെ 36 തരത്തിലുള്ള ജോലിയാണ് ഇവിടെ നടക്കുന്നത് സെൻറ്ററിൽ. ആൻഡ് ഇറ്റ് ഈസ് ബേസിക്കലി ടു അവരുടെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആ പൈസ കൊണ്ട് ഇവിടെ കാര്യമൊന്നുമില്ല. ഇയാൾക്ക് എല്ലാം ഫ്രീ ആണല്ലോ, ഗവൺമെൻറ് ഓഫ് കേരള അല്ലേ കൊടുക്കുന്നത്. അത് അവരുടെ കുടുംബത്തിലേക്ക് ആ പൈസ പോവുകയാണ്. ഇതിനകത്ത് ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു, പക്ഷെ അത് കോടതിയിൽ കേസുകളായി. അതായത് ഇവർ സമ്പാദിക്കുന്ന ആ പൈസ കൊണ്ട് അവരവിടെ ഇരിക്കുന്നത് ഏതൊരാളെ കൊന്നിട്ടാണല്ലോ മിക്കവാറും ആളുകൾ. കൊന്ന് ആ മരിച്ചു പോയ ആളുടെ കുടുംബത്തിന് കുറച്ച് പൈസ, ഇവർ ജോലി ചെയ്യുന്ന പൈസ നിന്ന് കുറച്ച് പൈസ അവർക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ പേരിൽ എത്രയോ ആളുകൾ കോടതികളിലൊക്കെ പോയ ശേഷം ഒന്നും നടന്നില്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും പട്ടണം നടത്തണമോ? ചിലപ്പോൾ ഇവിടെ വന്നിട്ട് മലയാളം പഠിച്ചത് സിനിമകളിലൂടെയാണ്. ഇപ്പോൾ പഴയ കാലഘട്ടത്തിലെ പഞ്ചാഗ്നിയും വടക്കു നോക്കിയന്ത്രവും മാലയോഗവും ഒക്കെ അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം തിയേറ്ററിൽ കണ്ടതാണ്. PK അനിൽ പറഞ്ഞിട്ട് ഒരു SI ഇതുപോലെ ഒരു SI ഉണ്ടായിരുന്നു ആർട്ടിക്കലിൽ, ഇപ്പം മരിച്ചുപോയി. PK അനിൽ ഒരു പ്രൊഫഷണറി SI ആണ്. ഞാൻ ഇയാളെ കൊണ്ടുപോകും, യു കം ആൻഡ് ടെൽ മീ വാട്ട് ഈസ് ഹാപ്പനിങ്. കുറച്ച് സമയം ഇയാൾ പറയും. അപ്പോൾ ഇവിടെ സിനിമ ഹാളിൽ 1-2 സിനിമയിലൊക്കെ ഞാൻ കൊണ്ടുപോയി. അപ്പോൾ എല്ലാ ആളുകളെ കാണുന്നു. അടുക്ക ഇയാൾ എന്നോട് പറയും, സാർ ഹീ ഈസ് ടെല്ലിങ് ദിസ്. മൊത്തം എല്ലാ ആളുകളും കേൾക്കുന്നു. അപ്പോൾ നമ്മൾ അത് ശരിയാവില്ല. അത് പറയാനൊന്നുമില്ല. ASPയും SI ആളുകളെ അറിയും ഇത് ആരാണെന്ന് പറഞ്ഞിട്ട് പറയുമൊന്നുമില്ല. പക്ഷേ ഒരു ബുദ്ധിമുട്ട് പോലെ ഞാൻ ഇനി നിങ്ങളെ വേണ്ട. കുറച്ചൊക്കെ അങ്ങനെയാണ് 5, 6, 7 സിനിമ ശേഷം അതൊന്നും വലിയ സാഹിത്യ ഭാഷ ഒന്നുമല്ല, സാധാരണ ഭാഷയാണ്. അത് പഠിക്കാൻ തുടങ്ങി. പക്ഷെ ആ സിനിമകളൊക്കെ പിൽക്കാലഘട്ടത്തിൽ കാണുമ്പോൾ അതിനകത്തൊക്കെ ഇന്നർ മീനിങ്സ് ഉണ്ടായിരുന്നു. ആ ഇന്നർ മീനിങ്സ് ഒക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ തുടരും സിനിമയെക്കുറിച്ച് സാർ റിവ്യൂ എഴുതിക്കുന്നതിനകത്ത് ചില സമയത്ത് പ്രതികാരം ആണ് നമുക്ക് ചെയ്യാൻ കഴിയുക, അതേ വഴിയുള്ളൂ എന്നുള്ള രീതിയിൽ എഴുതി കണ്ടായിരുന്നു. ഈ തുടരും സിനിമയെക്കുറിച്ച് സാറിൻ്റെ ഒരു ഒബ്സർവേഷൻ പറയാം. നല്ല പടമാണ് അത്. നമ്മുടെ അവിടെ തുടങ്ങിയത് ഇത് ഓരോ സ്റ്റൈലാണ്. രഞ്ജിത്ത് പ്രൊഡ്യൂസറിൻ്റെ ഒരു സ്റ്റൈലാണ് അത്. 3 ദിവസം മുമ്പ് ഈ സിനിമയെ സംബന്ധിച്ചുള്ള ഒരാൾ എൻ്റെ കൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ ഒരു സിനിമ വരാൻ പോകുന്നതിനാണ് ഞാൻ അറിയുന്നത്. ബിലീവ് മീ, ദേ ഡിഡ്ന്റ് ഡു എനി പ്രൊമോഷൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സിനിമ വന്നുകൊണ്ട് അത് മോഹൻലാൽ പോലെയായിട്ട് നമ്മൾ അറിയുന്നില്ലല്ലോ. സാർ അത് ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ തീരുമാനിച്ചു, നോ പബ്ലിസിറ്റി, നാട്ടുകാർ തന്നെ പോയി തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ ഞാനത് പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ദിവസം ഞാൻ പോയി ഐ വിൽ റൈറ്റ് എ റിവ്യൂ ഫോർ യു. ഞാൻ റിവ്യൂ ആദ്യ ദിവസം ഞാൻ പോയി ഉച്ചയ്ക്ക് ലുലു ഹാളിൽ പോയി. അപ്പോൾ തന്നെ വൈകുന്നേരം എഴുതി അയച്ചു. പക്ഷെ അത് എങ്ങനെ മാറുമോന്ന് അവർ ആർക്കും മുമ്പ് അത് പ്രതീക്ഷിച്ചിട്ട് വന്നു. ഞാനത് എഴുതി ഐ ജസ്റ്റ് ടേക്ക് 5 minutes. ഞാൻ ഈ മൊബൈൽ ഫോണിൽ പെട്ടെന്ന് ഞാൻ 5 മിനിറ്റിൽ ഞാൻ പറയും. എൻ്റെ കൂടെ റിട്ടയർ ചെയ്ത ഒരു ASI ഉണ്ട്, അത് കേൾക്കും. പുള്ളി എഴുതി തിരിച്ച് എന്നെ അയക്കും. ഞാൻ വന്ന ആശയം കറക്റ്റാണോ ഇല്ലയോ അത് ശരിയാക്കിയിട്ട് ഐ സെൻഡ് ഇറ്റ് ടു അവരോട്. പക്ഷെ ഫ്രോയിഡിനെ ഉൾപ്പെടെ സിനിമ എന്ന ഒരു കാര്യമുണ്ടോ അത് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കൃഷ്ണഭാര്യയാണ് ഇത് 2 രീതിയിലും ആവാം. ചില സിനിമകളിൽ നിന്ന് നമ്മൾ ഒരുപാട് പബ്ലിസിറ്റി തരുന്നു. സിനിമ ആക്ടേഴ്സും വലിയ ആളുകളാണ്, മോഹൻലാൽ മമ്മൂട്ടി പോലെ സിനിമ വരാൻ പോകുന്നു. അത് ചിലപ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ
കൗണ്ടർ ഇഫക്റ്റ്. ഉം. അപ്പോൾ ആളുകൾ ആ ആശയം കൊണ്ട് നമ്മൾ പോയി ഭയങ്കര പടമായിരിക്കും. നോക്കണം, കുറേ ദിവസമായി ഇതിൻ്റെ അഡ്വർടൈസ്മെൻ്റൊക്കെ നടക്കുന്നു, പോസ്റ്ററുകളുണ്ട്, സാറുമുണ്ട്. പക്ഷെ അപ്പോൾ പക്ഷേ ആ സിനിമ നല്ലതാണെങ്കിലും പക്ഷെ ആളുകളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് അത്രയും മുകളിൽ പോയില്ലേ. അവിടെ വരെ ചിലപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ വരെ സിനിമ എത്തിയില്ലെങ്കിൽ അപ്പോൾ ആളുകൾ എന്ത് പറയും, ആണ് പക്ഷെ എന്നിട്ടും അത്രയ്ക്ക് ഇല്ല അങ്ങനെ പറയുന്നു. ഒന്നും ചെയ്യാതെ സിനിമ റിലീസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ രീതിയിൽ നല്ല രീതിയിലാണെങ്കിലും അത് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. പക്ഷെ ഒരുപാട് പോലീസ് കഥകൾ, സിനിമാറ്റിക് ആയിട്ടുള്ള കഥകൾ തന്നെ സാറിന്റെ മനസ്സിലുള്ളതാണ്. ഒരു പക്ഷേ പിൽക്കാലഘട്ടത്തിൽ സിനിമയായിട്ട് ഒരു കഥവും ഇവിടെ കേരള പോലീസിൽ നടന്നിട്ടില്ല. ഇത് അഞ്ചാം പാതിര, ദൃശ്യം, ഏത് സിനിമ, നായാട്ട്, വേറെ ഏത് പടമാണ്, ഈ സൂക്ഷ്മദർശിനി, രേഖാചിത്രം, ഇതുപോലുള്ള ഒരു സംഭവവും എൻ്റെ ശ്രദ്ധയിലും വന്നിട്ടില്ല. ഇതെല്ലാം ചിലപ്പോൾ എവിടെയോ ചിലപ്പോൾ എവിടെയെങ്കിലും സംഭവിച്ചായിരിക്കും. ഇതെല്ലാം സഹായിക്കുന്നത് നമ്മുടെ റിട്ടയർഡ് പോലീസ് ഓഫീസേഴ്സാണ്, അതൊരു സംശയമൊന്നും വേണ്ട. ചിലപ്പോൾ അവർ ചെയ്യുമ്പോൾ എനിക്കറിയില്ലായിരിക്കും, അവർ ജോലി ചെയ്യുമ്പോൾ ഇടുക്കിയിലോ വയനാടിലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കാം. പക്ഷേ സാറിൻ്റെ ഒരു എഴുത്തിലേക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ചേർത്തൊരു എഴുത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു സിനിമയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സാറ് എന്തെങ്കിലും എഴുതുന്നുണ്ടോ, കുറിക്കുന്നുണ്ടോ? അല്ല, നമ്മുടെ റിട്ടയർമെൻറ്റിന് ശേഷം ജേക്കബ് മുന്നൂസ് സാറ്, ഞങ്ങളുടെ ഒരു DGP ആയിരുന്നു, ജേക്കബ് മുന്നൂസ് സാർ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഐ ഓൾവേസ് കോട്ടിങ്. നമ്മൾ സർവീസ് ചെയ്ത ശേഷം പിന്നെ റിട്ടയർമെൻറ്റിന് ശേഷം പിന്നെ ഈ എഴുത്ത് പരിപാടിക്ക് വേണ്ടി പോയാൽ ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. 34, 36, 37 വർഷം സർവീസ് ചെയ്തിട്ട് പിന്നെയും സർവീസ് ചെയ്ത സമയം ആളുകൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ആളുകൾ അന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ റിട്ടയർമെന്റ് ശേഷം ആ പാവങ്ങളെ നമ്മൾ വീണ്ടും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നത്? ഇത്ര സമയം ആരൊക്കെ കയ്യിൽ ഇത്ര സമയമൊന്നും ഇല്ല. നോബഡി വിൽ റീഡ് ഇറ്റ്. പിന്നെ അവർ എഴുതുമ്പോൾ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരു ഗവൺമെൻറ്റിൽ ഇതൊരു കോൺട്രാക്ട് പോലെയാണ്. ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ പല കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ആ സമയത്തിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റി, ചിലപ്പോൾ ചില കാരണം കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് കാരണം റിട്ടയർമെൻറ്റ് ശേഷം നമ്മൾ വിശദീകരിക്കാൻ വേണ്ടി പോയാൽ അത് ഒരു തട്ടിപ്പോലുള്ള ഒരു വഞ്ചനയായിട്ടാണ് ഞാൻ കാണുന്നത്. ചങ്കുട്ടമുണ്ടെങ്കിൽ അന്ന് തന്നെ അത് കാണിക്കാമായിരുന്നു. ഇപ്പൊ പറഞ്ഞിട്ട് 30 വർഷം മുമ്പ് അയ്യോ ഞാൻ അത് ചെയ്തിട്ടില്ല, അതിന് കാരണം ഞാൻ ഇന്നെ പറയാൻ പോകുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സാർ ലൈറ്റായിട്ട് ഒരു കാര്യം ചോദിച്ചാൽ, സാർ പാട്ട്, ഇപ്പോൾ മലയാളം പാട്ടുകളെ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പാട്ടിൻ്റെ പരിപാടികൾ ഞാൻ ഒരുപാട് ചെയ്യാറുള്ള ഒരാളാണ്. അപ്പോൾ മലയാളം പാട്ടുകളിൽ സാർ ഇവിടെ വന്നതിന് ശേഷമായിരിക്കുമല്ലോ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഏത് കാലഘട്ടത്തിലെ പാട്ടുകളാണ് സാർ കൂടുതൽ ചൂസ് ചെയ്യുകയും പാടുകയൊക്കെ ചെയ്യുന്നത്? 60s and 70s അതേ ഉള്ളൂ. 60s 70s മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഹിന്ദിയിലും നോക്കിയാൽ അതിനുശേഷം പിന്നെ 75 ആണ് ഞാൻ കട്ട് ഓഫ് ഇയർ. അതിനുശേഷം ഇല്ല, 75 ശേഷം ഒന്നുമില്ല. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ആ 75 ശേഷം ഇത് ഈ നമ്മുടെ M. രാജ, യേശുദാസ്, KS ചിത്ര മാഡം, പിന്നെ S. ജാനകി, P. ലീല, ജയചന്ദ്രൻ സാർ ഒറ്റ പാട്ട് പറയും. അത് 75, 76 ശേഷം ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. ആ 50s, 60s and 75. കേരളത്തിൻ്റെ കാര്യം എനിക്കറിയില്ല. പക്ഷേ അമിതാഭ് ബച്ചൻ വന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൽ ഹിന്ദിയിൽ അമിതാഭ് ബച്ചൻ വരുമ്പോൾ അമിതാഭ് ബച്ചൻ വന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള സിനിമകളെ പുള്ളിക്കാർ കൊണ്ടുവന്നു. ജഞ്ചീർ കൊണ്ടാണ് തുടങ്ങിയത്, പിന്നെ ദിവാർ, പിന്നെ ഷോലെ. അതായത് ആ ഹീറോയുടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഹീറോ തിരിച്ചെടുക്കുകയാണ്. അത് സർക്കാരായാലും രാഷ്ട്രീയക്കാരായാലും അത് ഒരു പരമ്പര തുടങ്ങിയത് 72, 73, 74 മുതലാണ്. ഈ ഹീറോ എപ്പോഴും ഒരു ക്രോധത്തിൽ ഇരിക്കുമ്പോൾ പിന്നെ ഈ ലവ് പാട്ടുകളൊക്കെ എങ്ങനെ അത് വരിക എന്ന് പറഞ്ഞിട്ട് അത് ആ ജയന മൊത്തം അവസാനിച്ചു. ഈ നല്ല പാട്ടിലുള്ള അതിനകത്ത് ഹീറോവും ഹീറോയിനും വളരെ ഒരു ശാന്തതയിൽ ഏതോ ഒരു പാർക്കിലോ ഒക്കെ അവർ പാടുന്നു പറഞ്ഞിട്ട് അത്
അടിസ്ഥാനമില്ലാതെയായിപ്പോയി. കാരണം ഇറ്റ് വാസ് സിനിമകൾ കൂടുതൽ വയലൻ്റ് ആയിപ്പോയി. ആ സമയത്തിലാണ് ഇന്ത്യ രാജ്യത്തിൽ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയത്. സോ വെൻ അമിതാഭ് ബച്ചൻ ഏതോ ഒരു രാഷ്ട്രീയക്കാരനെ അടിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഏതോ ഒരു സമൂഹത്തിൽ ഒരു മോശമായ പ്രവൃത്തി ചെയ്യുന്ന ആളിനെ എവരായിട്ട് അടിക്കുമ്പോൾ നാട്ടുകാർ വിചാരിക്കുന്നു, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു പക്ഷെ നമുക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമ്മളും ഇതുപോലെ ചെയ്യാമായിരുന്നു. അപ്പോൾ അവർ കൈയടിയൊക്കെ കാണുന്നു. ആ സിനിമകൾ മാത്രമേ ഹിറ്റായുള്ളൂ. അതിനിടയ്ക്ക് സിനിമകളൊക്കെ വന്നു വേറെ രീതിയിൽ. പക്ഷെ അത് ആളുകൾക്ക് ആ മൂടെല്ലാം പോയി. പണ്ട് ഈ ദിലീപ് കുമാർ, രാജ് കപൂർ, ദേവാനന്ദ് അവരുടെ പാട്ടുകൾ മാത്രം കേട്ടിട്ട് അവരുടെ പാട്ടുകൾ കേൾക്കാനും മാത്രം ആളുകൾ സിനിമയിൽ പോവുകയായിരുന്നു. ഇപ്പോൾ ആ ജനറെല്ലാം മാറി, അതിന് കഥയെല്ലാം മാറി, സ്ക്രിപ്റ്റ് എല്ലാം മാറി. അതിനകത്ത് മെലോഡിയസ് മ്യൂസിക്കിൻ്റെ സ്ഥാനമുണ്ടായിരുന്നില്ല പറഞ്ഞിട്ട് ഇന്ത്യൻ മ്യൂസിക് 75-ന് ശേഷം തീരുന്നു എന്നാണ് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത്. സാറിൻ്റെ അഭിപ്രായത്തെ മാനിക്കുന്നു. എൻ്റെ അഭിപ്രായം എല്ലാ ബുക്കുകളും വായിച്ചു. ഇതിൻ്റെ ഒരു നിയർലി 300 ബുക്സ് ആർ റിട്ടൺ ഓൺ ഇന്ത്യൻ മ്യൂസിക് ഓർ ഇന്ത്യൻ ഈ ബയോഗ്രാഫിയൊക്കെ എല്ലാം ഞാൻ എല്ലാം വായിച്ചിട്ടുണ്ട്. നിങ്ങൾ അഭിപ്രായമില്ലെങ്കിൽ നിങ്ങൾ ഏതൊരു നല്ല പാട്ട് 75 ശേഷം ഒന്ന് പറയും. അല്ല ഒന്ന് പറ. ഞാനൊക്കെ 90s കാലഘട്ടത്തിൽ ലാലേട്ടൻ സിനിമകളുടെ ഫാൻ ആവുമ്പോൾ മലയാളം സിനിമ ഹിന്ദി ഫിലിം മലയാളത്തിലെ എനിക്ക് തോന്നുന്നു സലിൽ ചൗധരി came in 80s. ഈ ഗാനം മറക്കുമോ? പിന്നെ നമ്മുടെ ജമീൻ, അദ്ദേഹം ഇവിടെ വന്നത് 27 സിനിമയിലാണ് മ്യൂസിക് കൊടുത്തത്. ദാറ്റ് ഓൾ ഹി ഡിഡ് ഐ തിങ്ക് ഇൻ late 70s and early 80s. ഇവിടെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ഇവിടെ ഇനിയും മോസ്റ്റ് ഓഫ് ദ സോങ്സ് ആർ ബേസ്ഡ് ഓൺ ക്ലാസിക്കൽ മ്യൂസിക്. ഇവിടെ ഇനിയും നോട്ട് ഓൺലി അറ്റ് ദാറ്റ് ടൈം, ഈ ഇനിയും കുറേ ന്യൂ ജനറേഷൻ പാട്ടുകൾ വന്നാണെങ്കിലും ബേസിക്കലി ഈ മലയാളം ഫിലിം സോങ്സ് ഹാവ് ബീൻ ബേസ്ഡ് ഓൺ ക്ലാസിക്കൽ മ്യൂസിക്. അതുകൊണ്ട് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ഓൺലി ഇൻ ദി ഹിന്ദി ഫിലിം പോലും. അതിന് പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് അത് നല്ല പാട്ടുകളും യേശുദാസ് സാറൊക്കെ അതിന് 80s സിനിമ ആണെങ്കിൽ പ്രേം നസീറിൻ്റെ സിനിമകൾ, പ്രേം നസീർ 70s തുടങ്ങുകയാണെങ്കിലും 80s വരെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ കാര്യം നിസ്സാരമോ ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോഴല്ലേ വന്നത്, 85-86 അല്ലേ വന്നത്. സാർ ഇവിടെ വരുന്നത് 86 ഞങ്ങളവിടെ വരുമ്പോൾ എനിക്ക് ഇവിടെ സിനിമ ഓടുന്നത് ഈ മാലയോഗം, പാഞ്ചാഗ്നി, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വടക്കൻ വീരകഥ വന്നു. അന്ന് ഈ നമ്മുടെ കണ്ട ഈ എല്ലാ സിനിമകളും 85 വന്ന ശേഷം ഉള്ള സിനിമകൾ, അന്ന് മുകേഷിൻ്റെ കുറേ പടങ്ങളുണ്ടായിരുന്നു. മുകേഷ്, ജഗദീഷ്, മോഹൻലാൽ, മമ്മൂട്ടി, അവരുടെ സുരേഷ് ഗോപി അന്ന് വന്നേ ഉള്ളൂ. ഈ പോലീസ് സിനിമകളിൽ സുരേഷ് ഗോപിയായിട്ട് നമ്മൾ സിമിലർ ആയിട്ടുള്ള ഒരു 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 ക്യാരക്ടറിനെയാണ് മീഡിയ സാറിനെ മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു സുരേഷ് ഗോപി പടം കാണും പോലെയാണ് ഋഷിരാജ് സിംഗ്. ഒരിക്കലും ശരിയല്ല. സുരേഷ് ഗോപി ഞാൻ പറഞ്ഞിട്ടുണ്ട്, വി ആർ ഇൻ ഗുഡ് റിലേഷൻ. അദ്ദേഹം ശ്വാസം എടുക്കാത്ത ആ നീണ്ടമായ പ്രസംഗം എനിക്ക് ചെയ്യാൻ പറ്റുമോ? ചുമ്മാ പറയുകയാണ് നാട്ടുകാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് തീർക്കണമെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ടേക്സ് 3 to 4 minutes. കമ്മീഷണറൊക്കെ ശരിക്കും തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ സാർ? പിന്നെ കമ്മീഷണർ പിന്നെ DCP ആയ സമയത്തിൽ വന്നതാണ്. അതേപോലെ ഏകലവ്യൻ സിനിമ, ഏകലവ്യനും അന്ന് ഞങ്ങൾ കണ്ടതാണ്. ഏകലവ്യൻ ഇതെല്ലാം ഒരുമിച്ച് വന്ന സിനിമകളാണ്. ഏകലവ്യൻ, കമ്മീഷണർ, മാഫിയ, ഇതെല്ലാം. ഈ CBIയിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. CBIയിലെ ഒരു അനുഭവം, എന്തൊക്കെ തരത്തിലുള്ള ജോലികളാണ് അവിടെ ചെയ്തിരുന്നത്? അത് ആൻറ്റി കറപ്ഷനിലായിരുന്നു. 5 വർഷം ആൻറ്റി കറപ്ഷനിലും. ആൻറ്റി കറപ്ഷൻ എന്ന് വെച്ചാൽ ബോംബെയിലായതുകൊണ്ട് അവിടെ കറപ്ഷൻ്റെ ഒരു അവസാനവും ഇല്ല. ഓഫീസേഴ്സ് ആയാലും നാട്ടുകാരായാലും ലെവൽ ഓഫ് കറപ്ഷൻ ഈസ് വെരി വെരി ഹൈ. അപ്പോൾ അവിടെ പിന്നെ അവസാനത്തെ അങ്ങനെ വേണമെങ്കിൽ എത്രയോ കേസ് ദിവസേന പിടിക്കാമോ. അവസാനത്തെ ഡയറക്ടർ പറഞ്ഞു 100 കോടി താഴെ കേസ് എടുക്കാൻ നമുക്ക് സമയമില്ല. ആ ലെവലാണ് കറപ്ഷൻ്റെ അന്ന് 2008-2009. പ്ലീസ് സീ ദാറ്റ് കേസ് ഷുഡ് ബി മോർ ദാൻ 100 crores. ഒന്ന് ആലോചിച്ചു നോക്കും. പിന്നെ
ആ രീതിയിലൊക്കെ അങ്ങനെ ഒന്നും എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അത് ആളില്ലാതെ ആകെ കുറച്ച് ആളേ ഉള്ളൂ. CBIയുടെ സ്ട്രെങ്ത് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? മൊത്തം ഇന്ത്യ രാജ്യത്തിൽ CBIയുടെ സ്റ്റാമ്പ് മേ ബി നോട്ട് മോർ ദൻ 2000 3000 അത്രേ ഉള്ളൂ. അവിടെ കുറച്ച് കേസല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എടുക്കുന്ന കേസ് വലിയ രീതിയിൽ അതിനകത്ത് കൺവിക്ഷൻ റേറ്റ് ഈസ് മോർ ദാൻ 80%. കാരണം ഒരാൾക്ക് 1-2 കേസ് ഒരു വർഷത്തിൽ ചെയ്യാനേ കഴിയുള്ളൂ. 2 കേസിനേക്കാൾ കൂടുതൽ കേസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് കൊടുക്കാൻ പാടില്ല. 2 കേസ് മാത്രമുണ്ടെങ്കിൽ നല്ല അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഇവിടെ ഒരു ഒരു SHOക്ക് ഒരു വർഷത്തിൽ ഒരു 300ഓളം 400ഓളം കേസ് ഇയാൾ തന്നെ ഒറ്റയ്ക്ക് ഇയാൾ അന്വേഷിക്കണം. അതുകൊണ്ടാണ് ചിലപ്പോൾ കൺവിക്ഷൻ റേറ്റ് കുറഞ്ഞു പോകുന്നു. അത്രയും ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ, മനുഷ്യരല്ലേ. അത് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ ഏതെങ്കിലും ബുദ്ധിവൈഭവം കൂടിയ ഉദ്യോഗസ്ഥരെന്നുള്ളത് കൊണ്ടല്ലല്ലോ ഈ പറയുന്ന കൺവെൻഷൻ റേറ്റ് വരുന്നത്. ഇല്ല, അതൊന്നുമില്ല. അവർ ചെയ്യാൻ ബേസിക്കലി ഇത് ബേസിക് ഇൻവെസ്റ്റിഗേഷൻ കേരളമായാലും CBI ആയാലും എവിടെയായാലും ചെയ്യുന്നത് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഒക്കെയാണ്. അവരെന്തു ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫയൽ നമ്മുടെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ. അത് നമ്മളത് ശരിയായ രീതിയിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കാനുള്ള ജോലി നമുക്ക് ഉള്ളൂ. ഈ നമ്മൾ സിനിമയിൽ CBI കാണുന്നത് പോലെ ഭയങ്കര ഇൻ്റലിജൻസ് ഉള്ള ഭയങ്കരമായ ഇന്റലിജൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു UPSC പരീക്ഷ പാസ്സായവരാണ് അവരെല്ലാം. CBIന്റെ ഓൾ സെലക്ഷൻസ് ആർ ത്രൂ UPSC. പരീക്ഷ പാസ്സാക്കിയാൽ എത്ര ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അവിദഗ്ധമായ ആളുകൾ അവിടെ ഒന്നും ഉണ്ടാകുന്നത് അത് അടിസ്ഥാനമില്ലാത്തതാണ്. ആർക്കും പാസ്സായി ജോലി ചെയ്യും. സാധാരണ ഒരു ജോലി തന്നെയാണതും. തന്നെയാണ്. ശരി, ഒരു പാട്ടുകൂടെ പാടി നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഏതെങ്കിലും ഒരു മലയാളം പാട്ട്. ഓൺലൈൻ. ചന്ദനലേപ്പു സുഗന്ധം ചൂടിയതാരോ കാട്ടോ കാമിനിയോ. ചന്ദനലേപ്പു സുഗന്ധം ചൂടിയതാരോ കാട്ടോ കാമിനിയോ. മൈവർണ്ണ പെട്ടി തുറന്ന് കൊടുത്തത് യൗവനമോ ഋതുദേവതയോ. യൗവനമോ ഋതുദേവതയോ. ചന്ദനലേപ്പു സുഗന്ധം ചൂടിയതാരോ കാട്ടോ കാമിനിയോ. ഇത് കേട്ട് പഠിച്ചതാണോ അതെ ലിറിക്സ് നോക്കി പഠിച്ചതാണോ? അല്ല, അന്ന് എഴുതി വെച്ച്. ഇംഗ്ലീഷിൽ എഴുതി വെക്കോ, ഹിന്ദിയിലും മലയാളത്തിൽ എഴുതി വെക്കും? മലയാളത്തിലും എഴുതും. ചില ഒരു വളരെ കട്ടിയായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹിന്ദിയിലും എഴുതും. അതൊരു ഉദാഹരണം പറയാം. നമ്മുടെ ONV സാർ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. ആരെയും ഭാവഗായകനായി നമ്രശീർഷരായി നിൽക്കുന്നിൽ നമ്രശീർഷരായി മുൻകൊന്നിൽ മുമ്പിൽ പറയാൻ പറ്റുന്നില്ല എനിക്ക്. ഒരു 2-3-4 വർഷമായി. ഒരു ദിവസം ഞാൻ ദിവസം ഞങ്ങൾ പാവങ്ങളോട് സാറേ എന്ത് ദ്രോഹമാണ് സാർ കാണിച്ചത്. അത് ചിരിച്ചു. എന്താ വാട്ട് ഈസ് ദ പ്രോബ്ലം? ഞാൻ ദിവസം സാറ് ഞാനിത് ആരോട് ജോയാണ് എൻ്റെ ടീച്ചർ. ജോയ് പറഞ്ഞ ഒരു കീബോർഡ് ജോയ്. ഞാൻ ഇതിൻ്റെ അർത്ഥം എന്താണോ? സാർ ഒന്നുമില്ല, ഒരു സ്ത്രീ ഇങ്ങനെ തോളത്തിൽ നിൽക്കുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു സാർ ആ ജോയ് പറയുന്നു ഒരു തോളത്തിൽ നിൽക്കുന്ന അത് മാത്രം എഴുതിയാൽ മതിയായിരുന്നല്ലോ സാർ. എനിക്ക് 4 വർഷമായി ഇങ്ങനെ പാടാൻ പറ്റില്ല സാർ. ഇല്ല ഇത് അദ്ദേഹം തിരിച്ചു വന്നു. വേറെ ഒന്നുമില്ല. നമ്മൾ നമ്പർ ശീർഷരായി മുൻകൊന്നിൽ മുമ്പിൽ അദ്ദേഹത്തെ ഒരു അങ്ങനെ ഒന്നും ഇല്ല. നിങ്ങളൊക്കെ മലയാളിയാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. വലിയ രഹസ്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കുസലത്ത് ഉണ്ടെങ്കിൽ ഹിന്ദിയിലോ എഴുതാം. അങ്ങനെയാണ് ചെയ്യുന്നത് സാർ. അതേപോലെ തന്നെ ഈ കുട്ടികളുമായിട്ട് ഒരുപാട് ഇൻട്രാക്ഷൻ അവസരം കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിനകത്തുള്ള കുട്ടിത്തം ശരിക്കും ഉയരുന്നില്ലേ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കുട്ടികൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും സാറിനെ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഈ മീശ അവർക്ക് ഒരു എപ്പോഴും ഒരു കൗതുകമാണ്. എൻ്റെ പേര് കുട്ടികളുണ്ട്, അവർക്ക് മീശ ഒരു പേര്. മീശ ഒരു ചർച്ചാ വിഷയമാണ്. കുട്ടികൾ പിടിച്ചു നോക്കുമോ വന്നിട്ട് കൗതുകത്തോടെ? അവർക്ക് ഇല്ലാത്ത സാധനത്തിനാണ് അവർക്ക് ഈ കൗതുകം കൂടുന്നത്. കണ്ണാടിയോട് കുട്ടികളത് വലിയ കാര്യമാണ്. കണ്ണാടി, മീശ, പേന. ബിക്കോസ് these are the things which they don't use.
ഈ അവരുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ കുറെ കൂടെ നമുക്ക് എങ്ങാവാൻ പറ്റുന്നില്ലേ? ഒരു ചൈൽഡിഷ്നെസ് ഒക്കെ നമുക്ക് കൂടില്ലേ? ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ പുതിയ ഒരു മാനേജ്മെൻറ്റ് തിയറികൾ ഇപ്പോൾ അലങ്കരിക്കുന്നു. പറയുന്നത് ഓൾവേസ് റിമെയിൻ വിത്ത് ദ പീപ്പിൾ ഹു ആർ ഓഫ് വെരി യങ് ടു യുവർ ഏജ്. നമ്മൾ അതും ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിൽ അവർക്ക് ഭാവങ്ങൾ, അവർക്ക് സംസാരിക്കാനുള്ള രീതികൾ, അവർക്ക് സെൻറ്റിമെൻറ്റ്സും ഇമോഷൻസും ഒക്കെ ദേ ആർ ഡിഫറെൻറ്റ്. നമ്മൾ ആ രീതി നമ്മളത് അനുഭവിച്ചിട്ട് വന്നവരാണ്. അവർക്ക് കൂടെ ഉണ്ടായാൽ യു വിൽ ഫീൽ ഓഫ് ദാറ്റ് ഏജ് ഓൺലി. അതാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ എങ്ങായിട്ട് തന്നെ ഇരിക്കാൻ കഴിയട്ടെ, പാട്ടുമൊക്കെ തുടരട്ടെ. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.